പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഏറ്റവും സ്നേഹമുള്ള അച്ഛൻ, സ്നേഹമുള്ള സഹോദരങ്ങളെ, നമുക്കൊരുമിച്ച് ദൈവവചനത്തിൻ്റെ ചുറ്റിലിരിപ്പാൻ ദൈവം നമ്മെ കൂട്ടി വരുത്തിയതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ പഠന പരമ്പരയിൽ സംബന്ധിക്കുന്ന ആളുകളുടെ ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ഗുണമുണ്ട്. അതായത് യുഗാന്ത്യത്തിലോട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അരുമനാഥൻ്റെ മഹനീയ എഴുന്നള്ളത്തിൻ്റെ സമയം സമാഗതമാവുകയാണ്. ആ വരവിനു വേണ്ടി ഒരുക്കമുള്ളവരും ഒരുങ്ങുന്നവരും അതിനുവേണ്ടി ജാഗ്രതയോടെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എല്ലായിടവകയിലും. ആ പ്രിയപ്പെട്ടവരുടെ താല്പര്യമാണ് രണ്ട് പുസ്തകങ്ങൾ വേദപുസ്തകത്തിലെ പഠിക്കുക. ഒന്ന് വെളിപ്പാട് പുസ്തകം, മറ്റൊന്ന് ദാനിയേൽ പ്രവചനം. ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്താണ് പഠിക്കേണ്ടത്. സമാന സ്വഭാവം ഈ രണ്ട് പുസ്തകങ്ങളിൽ നമ്മളെ പരിശോധിച്ചാൽ കണ്ടെത്താനായിട്ട് സാധിക്കും. എന്നാൽ ഞാൻ രണ്ടും കൂടെ ക്ലബ് ചെയ്ത് ആശയക്കുഴപ്പത്തിലാക്കുന്നില്ല. എനിക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം എൻ്റെ അന്വേഷണത്തിലൂടെ എനിക്ക് മനസ്സിലായത്, എന്നേക്കാൾ ബുദ്ധിമാന്മാരായിരിക്കുന്ന ആളുകളുടെ കണ്ടെത്തലുകൾ ഇതൊക്കെ കൂടെ ചേർത്തിട്ടാണ് ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ആദ്യ ദിവസം തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടത് ആഡ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യേണ്ടത് ഡിലീറ്റ് ചെയ്താം. അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. എന്നെ തിരുത്താൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇത് കഴിയുമ്പോൾ, മീറ്റിംഗ് കഴിയുമ്പോൾ നിങ്ങൾ ഞാൻ അതിന് സ്വാഗതം ചെയ്യുകയാണ്. സ്വാതന്ത്ര്യമുണ്ട്, ഉപയോഗിക്കണം. എന്തിനാണ് ഈ പഠനം നമുക്ക് ഇങ്ങനെ വെച്ചിരിക്കുന്നത്? അതിന് താല്പര്യമെടുത്ത കോശാനെ പോലുള്ള ദൈവമക്കളെ ഓർക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സാധാരണ പട്ടക്കാരാണ് ഈ ശുശ്രൂഷയ്ക്ക് ഇനിഷ്യേറ്റീവ് എടുത്ത് ആളുകളെ വിളിക്കുന്നത്. എന്നാൽ ഇവർ നമ്മുടെ കൂട്ടത്തിൽ നിന്നുള്ള ചില പ്രിയപ്പെട്ടവർ വന്ന് എന്നോട് ആവശ്യപ്പെടുകയായിരുന്നു. ഇതൊരു നല്ല കാര്യമാണ്. താല്പര്യമുള്ള കുറച്ച് ആളുകളാണ്. താല്പര്യമുള്ള കുറേ പേരോടൊക്കെ വന്ന് പഠിക്കാം, പിന്നെ നിർബന്ധിക്കേണ്ട കാര്യമില്ല. താല്പര്യമുള്ളവർ വരും, അടങ്ങിയിരിക്കാനായിട്ട് സാധിക്കില്ല. ഇന്നലെ എൻ്റെ ഭാര്യയ്ക്ക് വരണമെന്ന് വലിയ ആഗ്രഹത്തോടെ കാര്യങ്ങളൊക്കെ പോകേണ്ട സാരിയൊക്കെ എടുത്ത് വെച്ചതാണ്. പക്ഷേ രാവിലെ എഴുന്നേറ്റപ്പോൾ കാല് ശരിയായിട്ട് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഇന്ന് വരാനായിട്ട് സാധിക്കുന്നില്ല. പ്രാർത്ഥനയിൽ പ്രത്യേകം നിങ്ങൾ ഓർക്കുമല്ലോ. നമ്മൾ ഇതുവരെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൻ്റെ ബാബേൽ സംസ്ഥാനത്തിലേക്ക് ഇവരെ പിടിച്ചുകൊണ്ട് വന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. അവർ ശിനാർ ദേശത്ത് കൊണ്ടുവന്നെന്നാണ് ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ശിനാർ ദേശം എന്നത് ബാബിലോണ്യ രാജ്യം ആണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ആരാണ് അതിൻ്റെ ആരംഭം? ആരാണതിൻ്റെ ആരംഭം? ഇത്രയും കേട്ടിട്ടും പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടും നിമ്രോദ്. സിമ്രോദിൻ്റെ ഭാര്യയുടെ പേര് ഞാൻ പറഞ്ഞു. ഒരു പരീക്ഷ ഇടണമെന്നാണ് തോന്നുന്നത്. സെമിറാമീസ്. മകൻ്റെ പേര് നിനസ്. അങ്ങനെ അവരുടെയുള്ള ആരാധനയും അവിടുത്തെ സംസ്കാരവും ഒക്കെ ഈ ഭൂമിയൊക്കെ കുഴിച്ച് ചെന്ന സന്ദർഭത്തിൽ കണ്ടെത്തിയതിനെക്കുറിച്ചൊക്കെ ഞാൻ ഓർപ്പിച്ചതാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ദൈവശാസ്ത്രപരമായിരിക്കുന്ന ഇതിൻ്റെ കണ്ടെത്തലിനെ കുറിച്ച് നമ്മൾ പറയാനായിട്ട് ശ്രമിക്കാം. ഒരു ടോട്ടൽ കോൺസെപ്റ്റിലാണ്. വേദപുസ്തകത്തിൻ്റെ പൊതുദർശനത്തിലെ ദൈവശാസ്ത്ര ചിന്തകൾ ഈ പുസ്തകത്തിൽ എങ്ങനെയുണ്ട്, ഇത്രമാത്രം കാര്യങ്ങളുണ്ട് എന്ന് 6 കാര്യങ്ങൾ പറയാനായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതാണ്. ഇന്ന് ഇതിൻ്റെ പൂരകമായിട്ട് ചില കാര്യങ്ങൾ ഓർപ്പിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ സ്റ്റഡിയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളിപ്പോൾ വായിച്ചതായിരിക്കുന്ന 1-ാമത്തെ അധ്യായത്തിലെ ചില വാക്യങ്ങൾ വീണ്ടും നമുക്ക് ഒരുമിച്ച് വായിക്കാം. പല പ്രാവശ്യം വായിച്ചിട്ടുള്ളതാകൊണ്ട് ബൈഹേർട്ടായിട്ടുണ്ടാവും. 4-ാമത്തെ
വാക്യം മുതൽ 1-ാം അധ്യായത്തിൻ്റെ. അനന്തരം രാജാവ് തൻ്റെ ഷണ്ഡന്മാരിൽ പ്രധാനിയായ അശ്പേനാസിനോട്, ഇസ്രായേൽ മക്കളിൽ രാജസന്ധതിയിലും കുലീനന്മാരിലും വെച്ച് അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാപരിജ്ഞാനികളും രാജസന്നിധിയിൽ പരിചരിപ്പാൻ യോഗ്യന്മാരുമായ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കാൽദേരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിപ്പാനും കൽപ്പിച്ചു. രാജാവ് അവർക്ക് രാജഭോജനത്തിൽ നിന്നും താൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്നും നിത്യവൃത്തി നിയമിച്ചു. പാട്ട് മറന്നിട്ടില്ല. നിങ്ങൾ മറന്നോ? ഈ അടുത്ത സമയത്ത് നമ്മുടെ അടുത്തുള്ള ഒരു ഇടവകയിലെ ആൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ചായൻ്റെ പാട്ട് ഞാൻ സൺഡേ സ്കൂളിലെ പിള്ളേരെ എല്ലാം പഠിപ്പിച്ചെന്ന്. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇതെൻ്റെ അല്ല, ഇന്നാരുടെയാണ്, 1976 VBSൻ്റെ പാട്ടാണ്. അപ്പം കേട്ടുകൊണ്ടിരുന്ന അധ്യാപകരിൽ ഒരാൾ പറഞ്ഞു, ഞങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. 76 ഓർക്കണം. തേനിനേക്കാളും തെൻകട്ടയേക്കാളും നാവിന് മധുരം നൽകും തിരുവചനം. 6 ചരണങ്ങളോ മറ്റേ ഉണ്ട്. ഞാൻ ഓർമ്മപ്പശ ഉള്ളതുകൊണ്ട് 3 ഇപ്പോൾ ഓർക്കുന്നുള്ളൂ. അത് ഓർമ്മയുണ്ടോ? അത് നമുക്ക് പാടാം. തേനിനേക്കാളും തെൻകട്ടയേക്കാളും നാവിനു മധുരം നൽകും തിരുവചനം. തേനിനേക്കാളും തെൻകട്ടയേക്കാളും നാവിനു മധുരം നൽകും തിരുവചനം. ബാലൻ തൻ്റെ നടപ്പ് നിർമ്മലമാക്കിടുവാൻ വേദപ്രമാണം മൂലം കാത്തു സൂക്ഷിച്ചിടണം. തേനിനേക്കാളും തെൻകട്ടയേക്കാളും നാവിനു മധുരം നൽകും തിരുവചനം. പാദങ്ങൾക്കു ദീപവും പാതയ്ക്കു വെളിച്ചവും എന്നും വഴി കാട്ടിടും സത്യവേദവചനം. തേനിനേക്കാളും തെൻകട്ടയേക്കാളും നാവിനു മധുരം നൽകും തിരുവചനം. തേനിനേക്കാളും തെൻകട്ടയേക്കാളും നാവിനു മധുരം നൽകും തിരുവചനം. പാപം ചെയ്യാതിരിപ്പാൻ എൻ്റെ തിരുവചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ നിത്യം സംഗ്രഹിക്കുന്നു. തേനിനേക്കാളും തെൻകട്ടയേക്കാളും നാവിനു മധുരം നൽകും തിരുവചനം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, എല്ലാവരും കൂടെ ചേർന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഏതാണ്? നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമെന്ന് മശിഹായുടെ നാമത്തിൽ യാചിക്കുന്നു. കേൾക്കണമേ. ആമേൻ. ഈ ബാലന്മാർ ഇപ്പോഴെവിടെയാണ്? ബാബിലോണിലെ നെബൂഖദ്നേസർ രാജാവിൻ്റെ അരമനയിലാണ്. ഈ അരമനയെക്കുറിച്ചും അരമനയുടെ പ്രാന്തപ്രദേശത്തെക്കുറിച്ചുമുള്ള മനോഹരമായിരിക്കുന്നൊരു വിവരണമാണ്. അവരെവിടെ ആയിരിക്കുന്നു? അവരുടെ ഈ ഭൗതികമായ സമൃദ്ധിയുടെ നടുവിലെ ജീവിതവും ആ സമൃദ്ധിയുടെ നടുവിൽ സ്വർഗീയ ദർശനവും. ഇത് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഭൗതിക സമൃദ്ധിയുടെ ലഭ്യതയിൽ സ്വർഗീയ ദർശനം നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ സമയത്താണ്, ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ വലിയ സമൃദ്ധിയുടെ നടുവിൽ ജീവിക്കുമ്പോഴും സ്വർഗീയ ദർശനം ഒരിക്കലും നഷ്ടപ്പെടാതെ, പൗലോസിൻ്റെ ഭാഷ പറഞ്ഞാൽ സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേട് കാണിക്കാതെ, അതാണ് പൗലോസിൻ്റെ വാക്ക്. സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേട് കാണിക്കില്ല. അതൊരു പഠിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ ഇവരെവിടെയാണ്? ആ കൊട്ടാരത്തിൻ്റെ സവിശേഷത എന്താണ്? BC 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ചരിത്രകാരനാണ്, ചരിത്രത്തിൻ്റെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്ന ഹെറോഡോട്ടസിൻ്റെ അപ്പോൾ അദ്ദേഹം സ്ഥലം സന്ദർശിച്ചിട്ടുണ്ടാകും. അതായത് BC 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളാകയാൽ
ഈ അരമനയും അതിന് ചുറ്റുപാടുമുള്ള സംവിധാനങ്ങളുമെല്ലാം ഇദ്ദേഹം നേരിട്ട് കണ്ടു കാണും. കണ്ട ശേഷം അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത് കിട്ടിയ ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങളെ പങ്കുവെക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം 24 സ്ക്വയർ മൈൽ ചുറ്റളവുണ്ട് ഈ രാജധാനി നിൽക്കുന്ന സ്ഥലം. 24 സ്ക്വയർ മൈൽ. ഈ സ്ഥലത്തിന് ചുറ്റും ഇന്ന് വരെ ചരിത്രത്തിൽ ഉണ്ടാക്കിയിട്ടില്ലാത്തത് അതിനേക്കാൾ മെച്ചമായ ഒരു പാർശ്വഭിത്തിയുണ്ട്. 320 അടി ഉയരം, 87 അടി വീതി. 320 അടി ഉയരം, 87 അടി വീതി. 6 രഥങ്ങൾ മുകളിലൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധ്യതയുള്ള അത്ര വീതിയുള്ള പാതയുണ്ട്, സഞ്ചരിക്കാം. അതിൻ്റെ മുകളിൽ കാവൽക്കാർക്ക് പാർക്കാൻ കാവൽ മാടങ്ങളുണ്ട്. അങ്ങനെയുള്ള മനോഹരമായിരിക്കുന്ന ഒരു കെട്ടിടത്തിലാണ് ദാനിയേൽ പാർത്തത് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ട്. കാരണം അത് സുരക്ഷിതമാണ്. വലിയ കാവൽ ഗോപുരങ്ങളുണ്ട്. പ്രധാനമായിരിക്കുന്ന ഒരു കവാടമുണ്ട്. അതിൻ്റെ പേര് ഇഷ്ടാർ ഗേറ്റ് എന്നാണ്. ഇഷ്ടാർ, അത് സെമിറാമീസിൻ്റെ മറ്റൊരു പേരാണ് ഇഷ്ടാർ ദേവത. ഇഷ്ടാർ ഗേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ മതിലിന് ചുറ്റും 100 താമ്ര വാതിലുകളുണ്ട്. 100 വാതിലുകൾ താമ്രം കൊണ്ട് സൃഷ്ടിച്ചതാണ്. ഇഷ്ടാർ ഗേറ്റ് വല്ലപ്പോഴും മാത്രമേ തുറക്കത്തുള്ളൂ. കട്ടിയുള്ള താമ്രപ്പാളികൾ ഒരുമിച്ചടുക്കി വെച്ച് ഇരുമ്പോടാമ്പലുകൾ കൊണ്ട് ഉറപ്പിച്ചിരിക്കുന്ന വലിയ ഗേറ്റാണ് അവിടെ. മനുഷ്യനെ കൊണ്ട് തുറക്കാൻ സാധിക്കത്തില്ല. പ്രത്യേകം പരിശീലനം സിദ്ധിച്ച ആനകളാണ് ഈ ഗേറ്റ് തുറക്കുന്നത്. അത് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യാൻ പ്രത്യേകം പരിശീലനം സിദ്ധിച്ചതായിരിക്കുന്ന ആനകൾ ഉണ്ട്. ഇത് വർഷത്തിൽ 1-2 പ്രാവശ്യമേ തുറക്കുള്ളൂ. ഒന്ന് രാജാവിൻ്റെ പിറന്നാളിൻ്റെ ദിവസം, മറ്റൊന്ന് ഇഷ്ടാർ ദേവതയുടെ ഉത്സവത്തിൻ്റെ അന്ന്. ഇങ്ങനെ 2-3 പ്രധാനപ്പെട്ട സമയത്ത് മാത്രമേ ഈ ഗേറ്റുകൾ തുറക്കുകയുള്ളൂ. ഈ ഗേറ്റ് തുറന്നിടുന്നതിനെക്കുറിച്ച്, ഇവരുടെ വിടുതലിൻ്റെ വഴിയെക്കുറിച്ച്, ദൈവം ഒരുക്കുന്നതിനെക്കുറിച്ച് യെശയ്യാപ്രവചനം 45 നമ്മൾ പുറകെ അത് പറയും. 45 അധ്യായത്തിൽ വിസ്താരമുണ്ട്. അതിനെക്കുറിച്ചുള്ള വിശദീകരണമുണ്ട്. താമ്രവാതിലുകളെ തുറന്നിടുന്നതും ഓടാമ്പലുകളെ തകർത്ത് കളയുന്നതും കാര്യങ്ങൾ വ്യക്തമായി. ഇതൊക്കെ സംഭവിക്കുന്നതിന് 100 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന പ്രവാചകൻ അധരപുടങ്ങളിലൂടെ അദ്ദേഹം മനോഹരമായി പാടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തൂലിക ചലിച്ചപ്പോൾ ആത്മപ്രചോദിതമായി സംഭവിക്കാനിരിക്കുന്നത് പ്രവചന കൊന്നിൽ നിന്നുകൊണ്ട് മനോഹരമായിരിക്കുന്ന ദർശനത്തോടുകൂടെ സ്വർഗത്തിലെ ദൈവം അദ്ദേഹത്തിന് വരാനിരിക്കുന്ന കാര്യം വെളിപ്പെടുത്തി കൊടുത്തു. യേശുക്രിസ്തുവിൻ്റെ തിരുജനനം ഇങ്ങനെ ആയിരിക്കുമെന്ന് പ്രവചിച്ച അതേ പ്രവാചകൻ തന്നെ ഈ കാര്യവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതതുപോലെ ചരിത്രത്തിൽ സംഭവിച്ചു. യേശുവിൻ്റെ ജനനം എങ്ങനെ സംഭവിച്ചോ അതുപോലെ ബാബിലോണ്യ പട്ടണത്തിൻ്റെ ആവിർഭാവവും അധപ്പതനവും സംഭവിച്ചത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാബിലോണ്യ പട്ടണം നശിക്കുന്ന കാര്യത്തെക്കുറിച്ച് പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട്. 13-ാം അധ്യായത്തിൽ പിന്നീട് നമ്മൾ വായിക്കാം. ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിയുന്ന ഉടനെ ഈ പ്രത്യേക ഗേറ്റിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ ഈ മതിലിൻ്റെ മുകളിൽ കയറി നിന്നാൽ മനോഹരമായിരിക്കുന്ന മറ്റൊരു കാഴ്ച കാണും. ഇതിൻ്റെ പ്രൊട്ടക്ഷൻ എന്നോളം അകത്ത് മറ്റൊരു വോളുണ്ട്. അത് ചെറിയ ചതുരങ്ങളാക്കി കള്ളികളാക്കി ഇങ്ങനെ തീർത്തിരിക്കുകയാണ്. യൂഫ്രട്ടീസ് നദിയിലെ വെള്ളം അടിമകളെ കൊണ്ട് ഇവിടെ ചക്രം മൂലം ചവിട്ടി കയറ്റി അതിനകത്ത് മുതലകളെ പാർപ്പിച്ചിരിക്കുകയാണ്. ശത്രു സൈന്യം ആക്രമിക്കാൻ വന്നാൽ പെട്ടെന്ന് ആക്രമിക്കാൻ പാടില്ല എന്ന് പ്രത്യേകിച്ച് ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ആക്കിയിരിക്കുകയാണ്. യൂഫ്രട്ടീസ് നദി ഇതിൻ്റെ നടുവിൽ കൂടെയാണ് ഒഴുകുന്നത്. നദിയെ ക്രോസ് ചെയ്യുന്ന തരത്തിലുള്ള താമ്ര ഗേറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് നദിയിൽ തന്നെ. അത് വളരെ മനോഹരമായ സിസ്റ്റമാറ്റിക്കാണ് കാര്യങ്ങളെല്ലാം. എന്നിട്ട് ഇതിനെ കുറുകെ മനോഹരമായിരിക്കുന്ന ഒരു പാലമുണ്ട്, ഒരു ബ്രിഡ്ജുണ്ട്. ഇക്കരയിൽ നിന്ന് അക്കരയ്ക്ക് പോകാനായിട്ട് ഒരു ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജ് താമ്രം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാ ദിവസവും അത് മിനുക്കി കഴിയുന്ന ഈ താമ്ര നിർമ്മിതമായിരിക്കുന്ന പാലത്തെ
ഉദയസൂര്യൻ്റെ കിരണങ്ങൾ തട്ടുമ്പോൾ അത് വെള്ളത്തിൽ പ്രതിഫലിക്കും. ഒപ്പം സന്ധ്യയ്ക്ക് അവിടെ ഒത്തിരി ആരാധനയും ഉത്സവങ്ങളും ഉണ്ട്. നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്നാൽ വൈകിട്ടൊക്കെ ആരാധനയും ഉത്സവങ്ങളും അവരുടെ പള്ളികളിലൊക്കെ മണിയടിക്കുന്നതും പിന്നെ മനോഹരമായിരിക്കുന്ന സാമ്പ്രാണി പോലുള്ള നല്ല കുന്തിരിക്കം അതുപോലെയുള്ളതൊക്കെ പുകയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഏർപ്പാട് നോർത്ത് ഇന്ത്യയിൽ സന്ദർശിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതുപോലെ എല്ലാ ദിവസവും മനോഹരമായി ദീപാലങ്കൃതമായിരിക്കുന്ന വിധത്തിൽ ഇത് ക്രമീകരിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഇമേജ് വെള്ളത്തിൽ യൂഫ്രട്ടീസ് നദിയിൽ തട്ടുമ്പോൾ അത് കണ്ടിട്ട് ഹെറോഡോട്ടസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്വർണ്ണ നഗരമെന്നാണ്, ഗോൾഡൻ സിറ്റി എന്നാണ് അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ നയനസുന്ദരമാണത്. മനോഹരമായ തരത്തിലുള്ള വർണ്ണാഭമായ കാഴ്ച കാണും. ഹാങ്ങിങ് ഗാർഡനൊക്കെ ആ കാലഘട്ടത്തിലെ വിസ്മയങ്ങളിലൊന്നാണ്. അത് ഈ രാജാവ് തീർത്തിരുന്നതായി ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ സുന്ദരമായി എല്ലാ സുരക്ഷിതത്വവും ഒരുക്കിയിട്ട് ചുറ്റും കോട്ട മതിൽ പണിത് അതിനകത്ത് വളരെ മനോഹരമായിരിക്കുന്ന ഒരു പാലസ്. പാലമിറങ്ങി അക്കരെ ചെന്ന് കഴിയുമ്പോൾ, യൂഫ്രട്ടീസിൻ്റെ അക്കരെ ചെന്ന് കഴിയുമ്പോൾ ആ നദിക്ക് ക്രോസ് ചെയ്ത് താഴോട്ട് ഇറങ്ങുന്നത് പടവുകൾ ചവിട്ടി അണ്ടർഗ്രൗണ്ടിലൂടെ യാത്ര ചെയ്തു പോകുന്ന ഒരു പ്രത്യേക സംവിധാനത്തിലാണ്. ശത്രുവിൻ്റെ ഉപദ്രവം ഉണ്ടായാൽ രാജാവിന് രക്ഷപ്പെടാൻ പോരുന്ന തരത്തിലുള്ള വലിയ സംവിധാനങ്ങൾ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ചരിത്രം രേഖപ്പെടുത്തുന്നതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുവഴി യാത്ര ചെയ്ത് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അണ്ടർഗ്രൗണ്ട് ആണല്ലോ, വെളിച്ചമില്ല. ആ വെളിച്ചം നൽകുന്നതിന് വേണ്ടി ഈ ചുണ്ണാമ്പ് ചൂളയിൽ നിന്നെടുക്കുന്ന ഗ്യാസ് ശേഖരിച്ചിട്ട് അത് ഭിത്തിയിൽ ഇങ്ങനെ ഒട്ടിച്ച് ഇങ്ങനെ കത്തിക്കുന്ന സംവിധാനം, ഇത് എപ്പോഴും കത്തിക്കുന്ന തരത്തിലുള്ള സംവിധാനം. ആ കാലഘട്ടത്തിൽ ടെക്നോളജി ഓർത്ത് നോക്കണം. ഗ്യാസ് ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലെ ടെക്നോളജി ഓർത്ത് നോക്കണം. വിശ്വോത്തരമാണ് ബാബിലോണിയ സംസ്കാരവും ബാബിലോണിയ ടെക്നോളജിയും. ക്ലോക്കൊക്കെ കണ്ടുപിടിച്ചത് അവരാണ്. അവരുടെ വിദ്യ ഭയങ്കരമാണ്. ഈ ഡ്രെയിനേജ് സിസ്റ്റം ആ കാലത്തുണ്ടായിരുന്നു. കല്ലുപാകിയ മനോഹരമായിരിക്കുന്ന സ്ട്രീറ്റ്സ് ഉണ്ടായിരുന്നു. രണ്ട് സൈഡിലും മനോഹരമായിരിക്കുന്ന തണൽ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ച് രാജധാനിയിലേക്ക് നോക്കുമ്പോൾ ഒരു മനോഹരമായിരിക്കുന്ന ഒരു ഗുഹയ്ക്കകത്തൂടെ പോകുന്ന പോലെ ശീതളമായ അനുഭവത്തിലാണ് അതിനകത്തൂടെ കടന്നു പോകുന്നത്. ഇത്ര സുന്ദരമായിരിക്കുന്ന കാഴ്ചയാണ്. സ്റ്റെയർ കടന്ന് താഴേക്ക് ചെല്ലുമ്പോൾ വിസ്താരമായിരിക്കുന്ന വലിയ ഒരു ഹോളാണ്. 5000 പേർക്ക് വരെ ഇരിക്കാൻ പോരുന്ന തരത്തിൽ വിസ്തൃതിയുള്ള മനോഹരമായിരിക്കുന്ന ഒരു ഹോളിലേക്കാണ് ചെല്ലുന്നത്. അവിടെയാണ് സാധാരണ ഉത്സവത്തിൻ്റെ കാര്യങ്ങളും രാജാവ് വിളിച്ചു കൂട്ടുന്ന ആളുകൾക്ക് അവർക്ക് സദ്യ ഒരുക്കുന്നതും അതിനുവേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നത് അവിടെയാണ്. കുതിരയുടെ കുളമ്പിൻ്റെ രൂപത്തിലുള്ള ഒരു ഭക്ഷണമേശ സംവിധാനം അവിടെയുണ്ട്. അവിടെ ഇരുന്നാണ് പ്രഭുക്കന്മാരും രാജാവിനോടൊത്ത് വിശിഷ്ടാതിഥികളും ഭക്ഷണം കഴിക്കുന്നത്. ആ മേശയിലേക്കാണ് ഈ ദാനിയേലിനെയും കൂട്ടരെയും ക്ഷണിക്കുന്നത്. രാജാവും പ്രഭുക്കന്മാരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന മേശയിൽ രാജഭോജനം, ഒരു പ്രത്യേകതയുണ്ട്. രാജഭോജനം അത് ഞാൻ പിന്നീട് പറയാം. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ തൊട്ടടുത്ത് ഒരു വലിയ വിഗ്രഹമുണ്ട്, ഒരു ബിംബമുണ്ട്. ആ ബിംബം മെർഡോക്ക് എന്ന് പറയുന്ന ദേവൻ്റെ, മെരോദക് അല്ലെങ്കിൽ മെർഡോക്ക് എന്നറിയപ്പെടുന്ന ദേവൻ്റെ ബിംബമാണ്. ഈ ദേവൻ വീഞ്ഞിൻ്റെ ദൈവമാണെന്നാണ് അവർ, മദ്യത്തിൻ്റെ ദൈവമാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ ദേവനെ വീഞ്ഞ് കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ നാട്ടിൽ ചിലർ പാല് കൊണ്ട് അഭിഷേകം ചെയ്യുന്നുണ്ട്, നെയ്യ് കൊണ്ട് അഭിഷേകം ചെയ്യുന്നുണ്ട്. ഇദ്ദേഹത്തിന് വീഞ്ഞ് കൊണ്ടാണ്, മദ്യം കൊണ്ടാണ് അഭിഷേകം. എന്നിട്ട് ഈ മദ്യം ഇദ്ദേഹത്തിൻ്റെ പുറത്തോട്ട് ഒഴിക്കുമ്പോൾ അത് ഒഴുകി അദ്ദേഹത്തിൻ്റെ പുറഭാഗത്തോട് ഇങ്ങോട്ട് വരുന്നത് ഒരു വലിയ ബേസിനകത്ത് കളക്ട് ചെയ്യും. അദ്ദേഹത്തിൻ്റെ ദേഹത്ത് ഒഴിച്ച ശേഷം ഒഴുകി വരുന്ന മദ്യത്തിന് വീര്യം കൂടുമെന്നാണ് അവരുടെ വിശ്വാസം. നമ്മുടെ വിശ്വാസമല്ല, അവരുടെ വിശ്വാസം. നിലനിരുന്ന കാര്യമാണ് പറയുന്നത്. അത് കളക്ട് ചെയ്തിട്ടാണ് രാജാവിൻ്റെ പോലും മേശയിൽ വിളമ്പുന്നത്. അതാണ് ആർക്ക് കൊടുത്തത്, കൊടുക്കാമെന്ന് പറഞ്ഞത്? ദാനിയേലിന് കൊടുക്കാൻ പറഞ്ഞു. തൊട്ടപ്പുറത്ത് ഇഷ്ടദേവതയ്ക്ക് ബലി കഴിക്കുന്ന സംവിധാനമുണ്ട്. ബലി കഴിക്കുന്ന പല ദൈവങ്ങളുമുണ്ട്.
ബാലുണ്ട്, നെബോയുണ്ട്, ഇങ്ങനെ പല ദേവന്മാർ അവരുണ്ട്. ഇപ്പം അതിൽ അവരുടെ പ്രധാനപ്പെട്ട ദേവന് ബലി കഴിക്കാൻ വേണ്ടി കാളക്കൂറ്റന്മാരെ വളർത്തുന്നത്. രാജാവിൻ്റെ അരമനയിൽ രാജാവിൻ്റെ ആളുകൾ പറയുന്ന, രാജാവിൻ്റെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ രാജാവെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല. 120 സംസ്ഥാനങ്ങളുടെ ഭരണാധികാരിയാണ് നെബൂഖദ്നേസർ. ഭാരതം പോലെയുള്ള 120 രാജ്യങ്ങളുടെ ഭരണസാരഥ്യം വഹിക്കുന്നവനാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന് മുമ്പിൽ ലോകം വിറയ്ക്കുമെന്നാണ് അതിന് എഴുതിയിരിക്കുന്നത് 4-ാം അധ്യായത്തിൽ 29-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലോകം മുഴുവൻ വിറപ്പിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹം പാർക്കുന്ന അരമനയിലാണ്. ആ അരമനയിൽ രാജാവിന് പ്രത്യേക സംവിധാനത്തിൽ വളർത്തിയെടുക്കുന്ന കാളക്കൂറ്റന്മാരാണ്. അതിനെ കൊന്നിട്ട് തോലൊരിച്ച് അതിൻ്റെ മാംസം നിവേദ്യമായി അർപ്പിക്കും ഈ ദേവന്. അത് പിന്നീട് കഷ്ണമാക്കിയിട്ട് തീന്മേശയിലെ വിഭവങ്ങൾക്കായിട്ട് കൊണ്ടുപോവുക പതിവാണ്. ഈ ഭക്ഷണമാണ്, ഈ രാജഭോജനമാണ്, ഈ വിഭവമാണ് അവർ വേണ്ടാന്ന് വെച്ചത്. കാരണം ഒരു യഹൂദനായിരിക്കെ യഹൂദന് ഭക്ഷിക്കാൻ എന്തൊക്കെ കഴിയുമെന്ന് ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് 15 വയസ്സിനുള്ളിൽ പഠിച്ചവനാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പേരൻറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. എന്ത് കഴിക്കണം, എന്ത് കഴിക്കണ്ട. നമ്മുടെ പിള്ളേരൊക്കെ നമ്മുടെ സൂപ്പർവിഷൻ ഇല്ലാതെ പുറത്ത് പോയി പഠിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ എല്ലാം കിട്ടും. പിയർ പ്രഷറുണ്ട്, ഫ്രണ്ട്സിൻ്റെ പ്രഷറുണ്ട്, ഇഷ്ടംപോലെ ജീവിക്കാം. ഇവിടുന്ന് അപ്പം എന്തിനാന്ന് പറയത്തില്ല. ഇച്ചിരി പൈസ ഇട്ടേര്, ഉടനെ തന്നെ പൈസ ഇട്ട് കൊടുക്കും. അത് വിവേചനം കൂടാതെ കണ്ട് ഇഷ്ടം പോലെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ എത്ര കിട്ടിയാലും വിവേചനത്തോടെ ഉപയോഗിക്കാനുള്ള ട്രെയിനിങ് എവിടെ നിന്ന് കിട്ടണം? ഫ്രണ്ട്സിൽ നിന്നല്ല കിട്ടേണ്ടത്. അത് കിട്ടേണ്ടത് എവിടെ നിന്നാണ്? ഭവനാന്തരീക്ഷത്തിൽ നിന്നാണ്. മൂല്യബോധം, മൂല്യങ്ങൾ, വാല്യൂസിനെ കുറിച്ചുള്ള പഠനം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് എവിടെ നിന്നാണ്? നമ്മുടെ കുടുംബത്തിൽ. അങ്ങനെയുള്ള വാല്യൂ സിസ്റ്റം കൊടുത്ത മക്കളെ എവിടെ വേണേ വിട്ടോ, ആരുടെ കൂടെയും വിട്ടോ. പിള്ളേരൊക്കെ പറയും, പപ്പാ ഈ പാർട്ടിയൊക്കെ വരുന്ന ഉടനെ വില കൂടിയതൊക്കെ കൊണ്ടുവരും. ഈ സുശീലയൊക്കെ അവിടെ ഖത്തറിൽ ജോലി ചെയ്തിട്ടുള്ള, അപ്പം അവിടുത്തെ വലിയ ഓഫീസേഴ്സിൻ്റെ പാർട്ടിയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. കുടിച്ച് കാണത്തില്ല, എന്നാലും നല്ല സാധനമൊക്കെ കൊടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അവരുടെ ഉള്ളിൽ പ്രമാണം എഴുതിയിട്ടുണ്ട്. അമേരിക്കയിൽ ഒക്കെ ഇരുന്നിട്ടുണ്ട് അച്ഛന്. അവിടെ ഒരു സാധാരണ ഇങ്ങനെയൊക്കെ ഡ്രിങ്ക്സൊക്കെ അടിക്കുക എന്ന് പറഞ്ഞാൽ പാർട്ടി ഉണ്ടാകുമ്പോൾ അതൊരു വിഷയമല്ല. ചില വീടുകളിൽ മദ്യശാല പോലെയുള്ള സംഭവങ്ങളാണ്. ഡോക്ടറെ വിശ്വസിക്കുമോ? വീടുകളുടെ പ്രത്യേക അറയ്ക്കകത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കുടിച്ചിട്ടില്ല, കണ്ടിട്ടുണ്ട്. അത് വർഷങ്ങൾ ഇരിക്കുന്തോറും വീര്യം കൂടുമെന്നാണ്. ഇങ്ങനെയുള്ള സംസ്കാരത്തിൻ്റെ നടുവിൽ മൂല്യബോധത്തോടെ വളർത്തുന്ന മക്കൾ ചെന്നാൽ അവരുടെ പ്രമാണം എവിടെ എഴുതിയേക്കുന്നേ? പറ, എവിടെ എഴുതിയേക്കുന്നേ? അങ്ങനെ പറയല്ലേ, എങ്ങനെ പറയണ്ടേ? ഹൃദയമാകുന്ന മാംസപ്പലമേൽ the law, it is written in the heart. It is written in the heart. No power on earth can separate it. ആർക്കും അത് മായ്ച്ചു കളയാൻ സാധിക്കത്തില്ല. അത് ഹൃദയമെന്ന മാംസപ്പലകമേൽ പരിശുദ്ധാത്മാവിനാൽ രേഖപ്പെടുത്തിയതാണ്. നിരന്തരം പ്രാർത്ഥനയും കുടുംബാരാധനയും പള്ളി ആരാധനയും സൺഡേ സ്കൂൾ അഭ്യാസനവും കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ ഒരു ഭക്തനായിരിക്കുന്ന മനുഷ്യൻ്റെ വീട്ടിൽ വളർത്തുന്ന കുഞ്ഞുങ്ങൾക്ക് ഉള്ളിൽ ഉരുത്തിരിയുന്ന ഒരു പ്രത്യേക ആളത്വമാണ്. അത് വിസിബിളല്ല, ദൃശ്യമല്ല, അത് അദൃശ്യമാണ്. പൗലോസേ ഈ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഇതിനെക്കുറിച്ചൊരു പരാമർശം, അത് ഇങ്ങനെയല്ല, പരാമർശം വേറൊരു തരത്തിലാണ്. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിലാണ്. ഞങ്ങളുടെ
പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നെങ്കിലും അകമേ ഉള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കും. നാൾക്ക് നാൾ, ഡേ ബൈ ഡേ റിന്യൂവൽ നടക്കണം. നമ്മുടെ ഔട്ടർ മാനാണ് നമ്മുടെ വിസിബിളായിരിക്കുന്നത് സ്ട്രക്ചർ. നമുക്ക് പുറമേ ഉള്ള മനുഷ്യനാണ് കാണപ്പെടുന്നത്. എന്നാൽ കാണപ്പെടാത്തതായ ശ്രേഷ്ഠമായ ഒന്നകത്തുണ്ട്. വീണ്ടും ജനനം പ്രാപിച്ച, വീണ്ടെടുക്കപ്പെട്ട, രക്ഷാനിർണയം പ്രാപിച്ച, ആത്മമുദ്ര സ്വീകരിച്ച ദൈവത്തിൻ്റെ പൈതലിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു ആളത്വമാണ് അകമേ ഉള്ള മനുഷ്യൻ. പുറമേ ഉള്ളത് ഏത് സംഘർഷങ്ങളായിരുന്നാലും അകമേയുള്ള മനുഷ്യനെ ക്ഷീണിപ്പിക്കാൻ ഈ പുറമേയുള്ള സംഘർഷത്തിന് ആവില്ലെന്നർത്ഥം. ദൈവത്തിന് സ്തോത്രം. കഷണം കഷണമായി ശകലിച്ച് ഇത് കൊണ്ടുപോയി ഭക്ഷണമായി കൊണ്ടുവരുമ്പോൾ അത് കഴിക്കാൻ ഇവർ ഒരുക്കമല്ലായിരുന്നു. അങ്ങനെ ഈ രാജാവിൻ്റെ ശ്രേഷ്ഠമായിരിക്കുന്ന അരമനയിൽ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിരിക്കുകയാണ്. നോക്കണേ, എന്തോ ഒരു വലിയ കെട്ടിടമാണ്, എന്തോ ഒരു വലിയ സംവിധാനമാണ്. യൂഫ്രട്ടീസ് നദി നദിയോട് ഒഴുകുന്നുണ്ട്. ഒരു ശക്തി വന്ന് ഈ രാജ്യത്തെ, ഈ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തെ വളഞ്ഞാലും 12 വർഷം പുറത്തിറങ്ങാതെ ജീവിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇതിനകത്തുണ്ട്. എവിടെ? ഈ അരമനയ്ക്കകത്തുണ്ട്. അതുപോലെ വെൽ സെറ്റിൽഡാണ്. 12 വർഷം, 12 മാസമല്ല, 12 വർഷം പുറത്തിറങ്ങാതെ ജീവിക്കാൻ പോരുന്ന എല്ലാ സെറ്റിങ്സും അതിനകത്തുണ്ട്. ഏതിനകത്ത്? രാജാവിൻ്റെ അരമനയ്ക്കകത്ത്. അതിനകത്താണ് ആര്? എത്ര വയസ്സുണ്ട്? 16 16, 17 17. അതിനപ്പുറത്ത് പോവില്ല. കാരണം അവരെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്താണ്? ബാലന്മാർ. ഏകദേശം 17 കൂട്ടാം. 17 എന്ന് പറയുമ്പം കൂടിപ്പോവും. പക്ഷെ എൻ്റെ കണക്കൂട്ടിൽ 14 15. അപ്പോൾ നമ്മുടെ ഈ പ്രധാനപ്പെട്ട ലീഡർ പറഞ്ഞുകൊണ്ട് 16 വരെ ആക്കാം. ഇത്രയേ ഉള്ളൂ. 16 വയസ്സേ ഉള്ളൂ. കൊച്ചുങ്ങളെ പരിശീലിപ്പിച്ചു. എത്ര വർഷത്തേക്കാണ്? 3 വർഷത്തേക്ക് പരിശീലിപ്പിക്കുക. എന്തൊക്കെയാണ് പരിശീലിപ്പിക്കുന്നത്? ഭാഷ പഠിക്കണം, പിന്നെ അവരുടെ തന്ത്രവിദ്യകൾ പഠിക്കണം, മന്ത്രവിദ്യകൾ പഠിക്കണം, ടെക്നോളജീസ് എല്ലാം പഠിക്കണം, മന്ത്രവാദം പഠിക്കണം, തന്ത്രം പഠിക്കണം, അസ്ട്രോളജി പഠിക്കണം, വാനനിരീക്ഷണം പഠിക്കണം. ലഭ്യമായ എല്ലാ തന്ത്ര മന്ത്ര പ്രതിവിധികൾ പഠിച്ച് രാജധാനിയിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം. ഈ രാജധാനിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു പുറകെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലായി. 2-ാം അധ്യായത്തിൽ വരുന്നുണ്ടേ ആഭിചാരകന്മാർ, ശകുനവാസികൾ, ഇവരെല്ലാം ഇവർ പഠിക്കണം. ആര് പഠിക്കണം? ഈ 3 പിള്ളേരെ പഠിക്കണം. അപ്പം 3 കൊല്ലം കൽദേരുടെ വിദ്യയും കൽദേരുടെ ഭാഷയും എല്ലാം പഠിച്ചു. 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇവരെ രാജസന്നിധിയിൽ പരിചരിപ്പാനായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പം അവരെ പേര് മാറ്റുന്നതാണ്. 2 കാര്യങ്ങൾ നമ്മളിപ്പോൾ പഠിക്കുന്നത്. 2 കാര്യങ്ങൾ. ഒന്ന് പേരുമാറ്റം, മറ്റൊന്ന് ഭക്ഷണമാറ്റം. ഒന്ന് പേരുമാറ്റം, മറ്റൊന്ന് ഭക്ഷണമാറ്റം. 3-ാം അധ്യായം വരുമ്പോൾ ആരാധനാമാറ്റം. ഈ 3 മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ആര് ശ്രമിച്ചു? ശക്തനായ രാജാവ് ശ്രമിച്ചു. പക്ഷേ മാറ്റിയോ? ഒന്ന് മാറ്റി. അത് നിരുപദ്രവകരമാണ്. അതുകൊണ്ടാണ് മാറ്റിയത്. പേര് മാറ്റി. ആരാണ് പേര് മാറ്റിയത്? രാജാവ് പേര് മാറ്റി. ഒന്ന് നോക്കിയാട്ട് ആ പേരിൻ്റെ അർത്ഥം, ആ പേരിൻ്റെ മാറ്റത്തിൻ്റെ അർത്ഥം. ദാനിയേൽ, ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഗോഡ് ഈസ് മൈ ജഡ്ജ്. ദൈവം എൻ്റെ ന്യായാധിപതിയാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്താക്കി? ബെൽസസർ എന്നാക്കി, അല്ലെങ്കിൽ ബേൽ ദേവൻ്റെ അവകാശി എന്ന് മാറ്റി. ബേൽ ദേവൻ്റെ അവകാശി എന്ന് മാറ്റി. 2 ഹനന്യ, യഹോവ കരുണയുള്ളവൻ എന്ന വാക്കിൻ്റെ അർത്ഥം. യഹോവ കരുണയുള്ളവൻ. അത് ചന്ദ്രക്ക് എന്ന് മാറ്റി. ചന്ദ്രക്ക് എന്നത് ചന്ദ്രദേവൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനെന്ന് അർത്ഥം. ചന്ദ്രദേവൻ്റെ ഇഷ്ടം നിറവേറ്റിക്കുന്നതിനർത്ഥം. മിശായേൽ, ഹൂ ഈസ് ആസ് ഗോഡ്, ദൈവത്തെ പോലെയുള്ളവനെന്ന വാക്കിൻ്റെ അർത്ഥം. മേശക്,
ശ്രേഷ്ഠ ദേവനായിരിക്കുന്ന വീനസ് എന്ന ദേവനോട് അദ്ദേഹം തുലനം ചെയ്യിച്ച തരത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് മാറ്റി. അസറിയ, സാക്ഷ്യമുള്ളവൻ, അല്ലെങ്കിൽ ദൈവം എനിക്ക് സഹായം, ലോർഡ് ഈസ് മൈ ഹെൽപ്പ്, ദൈവത്തിൻ്റെ കരുണയുള്ളവൻ, ദൈവത്തിൻ്റെ സഹായമുള്ളവൻ എന്നൊക്കെ അർത്ഥത്തിലാണ്. അബേദ്നെഗോ എന്ന് അദ്ദേഹത്തിൻ്റെ പേര് മാറ്റി. നെബോയുടെ ദാസൻ, നെബോ എന്ന് പറയുന്നത് ദേവനാണ്, നെബോ എന്ന ദേവൻ്റെ ദാസനാക്കി മാറ്റി. ആരുടെ? 4 ബാലന്മാരുടെ. ഒരിക്കൽ കൂടെ ഞാൻ പറയാം. ദാനിയേൽ, ബേൽസസർ എന്ന പേര് മാറ്റി. ബേൽ ദേവൻ്റെ അവകാശി എന്നർത്ഥം. ഹനന്യ, ബിലവഡ് ഓഫ് ദ ലോർഡ്. ചദ്രക് എന്ന് മാറ്റി. ചന്ദ്രദേവനാൽ ആകൃഷ്ടമായ വ്യക്തിത്വം. 3 മിശായേൽ, ഹൂ ഈസ് അസ് ഗോഡ്, ദൈവത്തെ പോലെയുള്ളവൻ. പേര് മേശക് എന്ന് മാറ്റി. ശ്രേഷ്ഠ ദേവനായിരിക്കുന്ന വീനസിൻ്റെ സംരക്ഷണ ചുമതല ഉള്ളവൻ എന്നർത്ഥം. അസറിയ, ദ ലോർഡ് ഈസ് മൈ ഹെൽപ്പ്, ദൈവം എൻ്റെ സഹായം, എന്നോട് കരുണയുള്ളവൻ. അത് അബേദ്നെഗോ എന്നാക്കി. നെബോയുടെ ദാസൻ. 4 പേരുടെയും പേര് മാറ്റി. ഈ പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തിലെ പേരെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇടുന്ന പേരെന്നല്ല അതിൻ്റെ അർത്ഥം. നെയിം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അത് ക്യാരക്ടറിനെ ഉദ്ദേശിച്ചാണ്. അത് സ്വഭാവത്തെ ഉദ്ദേശിച്ചാണ്. ദൈവം നേരിട്ട് ഒരുത്തൻ്റെ പേര് മാറ്റിയത് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാം. പുള്ളിയെ മാത്രമേ മാറ്റിയുള്ളൂ. ചാടിക്കയറി ഇപ്പോൾ അബ്രഹാം മനസ്സിരിക്കുന്ന പോലെ അദ്ദേഹത്തെ എങ്ങനെ ഒന്ന് പറയണല്ലേ. അബ്രഹാം, സാറായി, സാറ. ഇപ്പം AH എന്ന ശബ്ദം വരുന്നിടത്തെല്ലാം യഹോവയോട് ബന്ധപ്പെട്ട പേരുകളാണ് AH എന്ന ശബ്ദം വരുന്നത്. അബ്രഹാം, എലോഹീം എന്നൊക്കെയുള്ള പദം വരുമല്ലോ. അതിൻ്റെയൊക്കെ അർത്ഥം. ഹീബ്രു ഭാഷ പഠിച്ചിട്ടില്ല, ഗ്രീക്ക് ഭാഷയും ഞാൻ പഠിച്ചിട്ടില്ല, സുറിയാനി ഭാഷ ഒട്ടും അറിയത്തില്ല. സുറിയാനി പണ്ഡിതൻ ഇന്ന് ഇവിടെ ഇല്ലതാനും. അതുകൊണ്ട് ഞാൻ സുറിയാനി ഒന്നിട്ട് പറയാനും പോകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പേര് മാറ്റി. ഒരുത്തൻ ഭയങ്കര ഗുസ്തിയായിരുന്നു യബ്ബോക്ക് തീരത്ത് വെച്ച്. ഒരു ചോദ്യം ചോദിച്ചു, നിൻ്റെ പേരെന്നാ? എൻ്റെ അർത്ഥം എന്നാണെന്നറിയാം. നിൻ്റെ പേരെന്നാന്ന് ചോദിച്ചു. എടാ കുഞ്ഞെ, നിൻ്റെ സ്വഭാവം എനിക്കറിയാം. യു ആർ ഗോയിങ് ടു ബി ചേഞ്ച്ഡ്. ഹിയർ ഓൺ യു ആർ ഗോയിങ് ടു ചേഞ്ച്. മൈ നെയിം ഐ ആം ഗിവിങ് യു, ദാറ്റ് ഈസ് ഇസ്രായേൽ. അതൊരു വ്യക്തിയുടെ പേരല്ല, പക്ഷെ ഒരു ഗ്രൂപ്പിൻ്റെ പേരാണ്. ഇത് പേഴ്സോണിഫിക്കേഷൻ കൊടുത്തിരിക്കുക. ഇസ്രായേൽ, ദൈവത്തിൻ്റെ സ്വന്തം ജനം എന്ന പേര് വരത്തക്ക തരത്തിൽ ഹീസ് ചേഞ്ച്. ദൈവം ഇടപെട്ട് അങ്ങനെ പലരുടെ പേര് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പേര് മാറ്റുക എന്ന് പറയുന്നത് ക്യാരക്ടറിനെ ആശ്രയിച്ചാണ്. ഇവിടെ ഇവരുടെ പേര് മാറ്റി, പക്ഷെ എന്തോ മാറ്റിയില്ല, അവരുടെ അടിസ്ഥാന സ്വഭാവത്തെ മാറ്റാൻ സാധ്യമല്ല. അപ്പം നമുക്കെന്താ പഠിക്കാനായിട്ടുള്ളത്? നാം എവിടെയായിരുന്നാലും, ഏത് ചുറ്റുപാടുകളിലായിരുന്നാലും, ആരുടെ സമ്മർദ്ദത്തിന് വിധേയപ്പെട്ടാലും മാറ്റാനാവാത്തൊരു സ്വഭാവ ശ്രേഷ്ഠത നമുക്കുണ്ടായിരിക്കണം. അത് അന്തർലീനമായിരിക്കണം, അത് ആന്തരികമായിരിക്കണം. ആന്തരികമായ സ്വഭാവദാർഢ്യം, സ്വഭാവ ശ്രേഷ്ഠതയാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്നത്. പേരിനകത്ത് വലിയ കാര്യമില്ല. അത് മാറ്റാൻ ഒരു രാജാവിന് സാധിക്കത്തില്ല. കാരണം അത് ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലാണ്, ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ബന്ധത്തിലാണ്. നെബൂഖദ്നേസറിനെ നിന്റെ അരമനയുടെ വശ്യസൗന്ദര്യമോ, ഈ ഭയങ്കരമായ കാഴ്ചപ്പാടോ, ഈ 320 അടി ഉയരമുള്ള ആ മതിലോ, 87 അടി വീതിയുള്ള നിന്റെ മതിലൊന്നും കണ്ടാലൊന്നും കുലുങ്ങത്തില്ലിത്. നിന്റെ അരമനയുടെ മഹത്വം കണ്ട കുലുങ്ങത്തില്ലിത്. നിന്റെ സിംഹാസനം സ്വർണ്ണ നിർമ്മിതമാ, അത് കണ്ട കുലുങ്ങത്തില്ല ഇത്. 16 വയസ്സ്, 17 വയസ്സ് അല്ലെങ്കിൽ 18 വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങൾ അവിടെ നിന്നുകൊണ്ട് അവരുടെ സ്വഭാവത്തിൻ്റെ ശ്രേഷ്ഠത വെളിപ്പെടുത്തുകയാണ്. ആ സ്വഭാവത്തിൻ്റെ ശ്രേഷ്ഠതയാണ് അടുത്തതിലേക്ക് പ്രകടമാകുന്നത്. എന്താണ് അടുത്തത്?
സ്വഭാവശ്രേഷ്ഠത. അടുത്തത് എന്താണ്? ഭക്ഷണം നിയമിച്ചു. ഭക്ഷണം നിയമിച്ചത് നന്മയ്ക്കോ തിന്മയ്ക്കോ? ഈ രാജാവ് എന്തുദ്ദേശിച്ചാ ഇത് കൊടുത്താൻ ആഗ്രഹിച്ചേ? നന്മയ്ക്ക്. ഞാൻ ചോദിച്ചു നന്മയ്ക്കോ തിന്മയ്ക്കോ? നന്മയ്ക്കാണ്. രാജാവ് നന്മയെന്ന് കാണുന്നതിൻ്റെ പിൻപിലെ തിന്മ തിരിച്ചറിയാനുള്ള വിവേകമുണ്ടായിരുന്നു. ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ധാർമ്മിക പ്രമാണം ഉണ്ടായിരുന്നു. നമുക്കിത് പറ്റാത്തതാണ്. നന്മയെന്ന് തോന്നുന്നതിൻ്റെ പിൻപിലെ തിന്മയെ തിരിച്ചറിയാൻ ഡിസേണിംഗ് പവർ രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ പൈതലുണ്ടാവും. സ്പിരിറ്റ് ഫിൽഡ് ദൈവത്തിൻ്റെ പൈതലുണ്ടാവും. അതാണ് ഈ ആത്മനിറവെന്നൊക്കെ പറയുന്നത്. ആത്മനിറവെന്ന് പരിശുദ്ധാത്മനിറവ്, പരിശുദ്ധാത്മാഭിഷേകം, ഇതെല്ലാം ഒന്നു തന്നെയാണ്. അല്ല ചില ഈ ഞെട്ടിത്തെറിക്കുന്നൊന്നും അല്ല പരിശുദ്ധാത്മനിറവെന്നൊക്കെ പറയുന്നത്. അതൊക്കെ അത് ഇമോഷണൽ എക്സ്പീരിയൻസാണ്. അതൊന്നും ഇല്ലെന്നൊന്നും ആരും പറയേണ്ട, അതൊക്കെ ഉണ്ട്. അതല്ല ആത്മാവ്. ആത്മാവിനൊക്കെ ഉന്നതാണ്. ഡിസേണിങ്. നന്മയ്ക്കാണ് രാജാവ് തന്നത്. ഇനി രാജാവ് വളരെ ശക്തനാണ്, വലിയ പവറുള്ള ആളാണ്. ലോകത്തെ തകർക്കാൻ ചുറ്റികയുണ്ട്. ചുറ്റിക പോലുള്ളതെല്ലാം തൻ്റെ കയ്യിലുണ്ട്. പക്ഷേ രാജാവേ, നിന്റെ ഈ ഭയങ്കരമായിരിക്കുന്ന പേടിപ്പെടുത്തുന്നതൊന്നും എന്നെ ഭയപ്പെടുത്തത്തില്ല. കാരണം ഇതിനേക്കാൾ വലിയൊരു രാജാവിനെ എന്നും കണ്ടുകൊണ്ട് ജീവിക്കുന്നവനാ ഞങ്ങൾ. ഈ കാഴ്ചപ്പാടാണ് രക്ഷിക്കപ്പെട്ട ദൈവത്തിന് പേരിലുണ്ടാകേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിലേ ഭയലേശമന്യേ ഈ ലോകത്തിൽ നമ്മുടെ ആത്മീയ ജീവിതം നയിപ്പാനായിട്ട് സാധിക്കത്തുള്ളൂ. സാന്ദർഭികം വരുമ്പോഴേ ചിലതൊക്കെ പറയാൻ സാധിക്കത്തുള്ളൂ. ചിലത് പറയത്തില്ല, ചിലത് പറയും. ചിലത് പറയുമ്പോൾ ഞാൻ ചിലത് പേരൊന്നും പറയത്തില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടും പേര് പറഞ്ഞില്ല. മനഃപൂർവ്വം പറയാഞ്ഞതാണ്. എനിക്കാരെയും ദ്രോഹിക്കുന്നതും ബുദ്ധിമുട്ടിക്കുന്നതും ഇഷ്ടമല്ല. എന്നെ ദ്രോഹിച്ചവരാണെങ്കിൽ പോലും. ഞാൻ ഓപ്പറേഷൻ മൊബിലൈസേഷനിലാണ് എൻ്റെ പ്രവർത്തനത്തിൻ്റെ ആദ്യത്തെ പ്രവർത്തന വേദി. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എനിക്ക് 18 വയസ്സ് പ്രായം. അന്നെനിക്ക് ജോലിയുണ്ട്. എസ്റ്റേറ്റിലെ ചെറിയൊരു എസ്റ്റേറ്റ്, കാർഡോം എസ്റ്റേറ്റിലെ ഒരു ചെറിയ കണക്കെടുത്ത് ജോലിയാണ്. കുറച്ചാണ് ചെയ്തത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിച്ചത്. എൻ്റെ ഫാദർ എന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചതാണ്. ഞാനതിന് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്ന ഒരാളാണ്. അതുകൊണ്ടാണ് എന്നെ അങ്ങനെ സമർപ്പിച്ചത്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ജോലി റിസൈൻ ചെയ്ത് വീട്ടിൽ വന്നപ്പോഴാണ് അച്ഛൻ അറിയുന്ന വിവരം. എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, മോനെ ഞാൻ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ്. എന്താ? ജോലി റിസൈൻ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ KP അമന്ന എന്ന് പറയുന്നയാൾ ഞങ്ങളുടെ ഉപ്പാപ്പൻ, എൻ്റെ ഫാദറിൻ്റെ അമ്മാച്ചനുമാണ്. ഉപ്പാപ്പൻ അന്ന് പഞ്ചാബിലെ OM-ൻ്റെ ഇൻചാർജാണ്. ഒരു കത്ത് മുഖേന്ദ്രം അദ്ദേഹത്തോട് ബന്ധപ്പെട്ടു. ഞാനിങ്ങനെ ജോലി റിസൈൻ ചെയ്തു, എന്നോട് കർത്താവ് പറഞ്ഞു സുവിശേഷം പ്രസംഗിക്കാൻ. ഞാനത് കേട്ടപാടെ ജോലി റിസൈൻ ചെയ്തു. അത് ശരി, നിനക്ക് കർത്താവിൻ്റെ വേല ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് വേദി ഒരുക്കാം. അങ്ങനെയാണ് 1971 ഒക്ടോബർ മാസം 16-ാം തീയതി തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊരു ഓപ്പൺ ടിക്കറ്റ് എടുത്തുകൊണ്ട് മദ്രാസിലെ MG കരയിലുള്ള ഞങ്ങളുടെ ഓഫീസിലേക്ക് ഞാൻ ഇവിടുന്ന് കയറിപ്പോയി. ഇതിനിടയ്ക്ക് ഞാൻ എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞതാണ്. ഒരു മനുഷ്യനെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കുന്നൊക്കെ പറഞ്ഞതാണ്. UP 74 എന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരു പ്രോഗ്രാമുണ്ട്. UP 74, അതായത് UP-ലെ 10 ഡിസ്ട്രിക്ട് 10 ടീം 10 വീക്സ് കവർ ചെയ്യുക. ദ ഹോൾ ഡിസ്ട്രിക്ട് കവർ ചെയ്യുക. അപ്പം ഞാൻ ടീം അസിസ്റ്റൻ്റാണ്. ടീമിൻ്റെ ലീഡർ ആളുണ്ട്. കാശ് സൂക്ഷിക്കുന്ന ഏർപ്പാട് എൻ്റെ, അതുകൊണ്ട് ഞാൻ ടീം അസിസ്റ്റൻ്റാണ്. എന്നാൽ ഓപ്പണറിന് പ്രസംഗിക്കാൻ ചെല്ലുന്നുണ്ടേ പോർട്ട് ബട്ടൽ എന്ന് പറഞ്ഞ ഞങ്ങൾക്കൊരു അമേരിക്കനുണ്ട്. വലിയ ഒത്തിരി ആൾ കൂടുന്നിടത്താണെങ്കിൽ അദ്ദേഹം അവിടെ നിന്നിട്ട് പറയും, ബ്രദർ ടാമ്പൻ, തമ്പാൻ എന്ന് വിളിക്കാൻ അറിയത്തില്ല, ബ്രദർ ടാമ്പൻ യു ആർ ഗോയിങ് ടു പ്രീച്ച് ടുഡേ, ഇന്ന് ബ്രദർ പ്രസംഗിക്കണം. അപ്പോൾ ഹാൻഡ് മൈക്കുണ്ട്. ഈ ട്രക്കിന് ചെറിയൊരു ഓപ്പൺ ചെയ്ത സ്ഥലമുണ്ടല്ലോ പുറകിൽ, അത് ചങ്ങലയിട്ട് ഇങ്ങനെ ഇതുമായിട്ട് ബന്ധിപ്പിക്കാം. അതൊരു പ്ലാറ്റ്ഫോമാകും. അത് പ്ലാറ്റ്ഫോമായി അവിടെ നിന്നുകൊണ്ട് പ്രസംഗിക്കും. ഇപ്പോൾ ഒരു മനുഷ്യൻ ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും. എന്താ പ്രസംഗിച്ചെന്ന് നമ്മുടെ സോഫി കൊച്ചമ്മ എന്നോട് ചോദിച്ചാൽ ഞാനൊന്നും എനിക്ക് പറയാനിപ്പോൾ ഓർമ്മയൊന്നുമില്ല. എന്നാൽ യേശുവിനെക്കുറിച്ച് ആ പ്രസംഗിച്ചെന്നൊക്കെ എനിക്കറിയാം. പകുതിയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് പ്രസംഗിക്കാം. അരമണിക്കൂർ കൂടുതൽ പ്രസംഗമില്ല. ജോനാഥൻ മുർമു ട്രാൻസ്ലേറ്റ് ഒരു സന്താളി, അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യും. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന് അധികായകന്മാരായിരിക്കുന്ന 3-4 പേര്
ഇങ്ങനെ അടുത്ത് വന്ന് നിൽക്കുക. അവളൊരുത്തൻ പറഞ്ഞു, ചെസ്മ വാലയെ പക്കടൂ. അവനെ ആ ചെസ്മ കണ്ണാടി വെച്ചോനെ പിടിച്ചോളാം, അവനെ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു കൂട്ടം ആളുടെ കയ്യിൽ കന്നാസുണ്ട്. കന്നാസിനകത്ത് എണ്ണയാണ്, തീ വെക്കാൻ വേണ്ടിയാണ് ട്രക്കിന്. ഇത് ഡ്രൈവ് ചെയ്യുന്നത് ഒരു, ഞാൻ പറഞ്ഞില്ലേ, പോൾ ബട്ട്ലർ എന്ന് പറയുന്ന അമേരിക്കനാണ്. അദ്ദേഹം വണ്ടി ഓടിച്ചുകൊണ്ട് വന്നിരിക്കുക ഇവിടെ. അദ്ദേഹം അത് ഡ്രൈവ് ചെയ്യുന്നു ഇന്ത്യയിലൂടെ. ഇത് നിറച്ച് ലിറ്ററേച്ചറുമാണ്. അപ്പോൾ എന്നെ പിടിച്ച് വലിച്ച് പുറത്തിറക്കി. ഭയങ്കര തണുപ്പായതുകൊണ്ട് ടൈയും സൂട്ടും കോട്ടും ഒക്കെ ഇട്ടിട്ടുണ്ട്. കയറി ടൈയിൽ ആദ്യം പിടിച്ച്. അപ്പോൾ ടൈയെ കയറി പിടിച്ചാൽ അറിയാമല്ലോ എന്താ സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ കൈ ഇങ്ങനെ ഈ ഒരു വിരൽ അകത്തോട്ടിട്ട് മുറുകാതിരിക്കാൻ വേണ്ടി, എന്നിട്ട് പിടിച്ച് വലിച്ചുകൊണ്ട് പോവാം. നീ ഞങ്ങളുടെ ടെമ്പിൾ കണ്ടോ? ഇവിടെ നിന്നുകൊണ്ടാണോ നീ പ്രസംഗിക്കുന്നത്? നീ എന്താ പ്രസംഗിച്ചത്? ഞങ്ങളെ എല്ലാം ക്രിസ്ത്യാനിയാക്കാനോ എന്ന് പറഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ചെറുപ്പമല്ലേ, തീരെ ചെറുപ്പമാണ്, ഇങ്ങനെ വിറയ്ക്കുന്നൊക്കെയുണ്ട്. പക്ഷെ ദൈവാത്മാവ് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് എന്തോ പറയണോ അത് ഞാൻ തന്നോളാം. അവരുടെ പൂജാരിയുടെ മുൻപിൽ കൊണ്ടുവന്നു. അപ്പോൾ എൻ്റെ കയ്യിലൊരു പുസ്തകമുണ്ട്, ദ മാൻ യു കനോട്ട് ഇഗ്നോർ. ₹1 അന്ന് വിറ്റിരുന്ന പുസ്തകമാണ്. ആ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ സഞ്ചിക്കകത്ത് അതുണ്ട്. അവിടെ ചെന്നു. അദ്ദേഹം അവിടെ ഇരുന്നു. എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ ചെന്നപ്പോഴേ പറഞ്ഞു, ഐ കനോട്ട് സ്പീക്ക് ഹിന്ദി, ലെറ്റ് ബിറ്റ് ഇംഗ്ലീഷ് ഐ ക്യാൻ. സോ അവിടെ ഞാൻ കാര്യമാണ് പറഞ്ഞോളാൻ പറഞ്ഞു. എനിക്ക് കുറച്ച് ഇംഗ്ലീഷൊക്കെ അറിയാമായിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചു. നീ എന്തുകൊണ്ടാണ് ഇവിടെ വന്നത്? നീ വിദേശികളുടെ കാശ് മേടിച്ചുകൊണ്ടല്ലേ ഇവിടെ വന്നത്? ഞാൻ പറഞ്ഞു, അല്ല, ഐ കെയിം ഹിയർ ടു പ്രീച്ച് ദ ഗോസ്പൽ ടു യു, പ്രീച്ച് അബൌട്ട് സാൽവേഷൻ, പ്രീച്ച് അബൌട്ട് ക്രൈസ്റ്റ്. ശക്തമായിട്ട് അദ്ദേഹത്തോട് അവിടെ ഇരുന്നുകൊണ്ട് യേശുവിനെക്കുറിച്ച് പറഞ്ഞു. എന്നിട്ട് ഈ പുസ്തകം എടുത്ത് അദ്ദേഹത്തിൻ്റെ കൊടുത്തു. ക്യാൻ യു ഷോ എനി റിലിജൻ ഔട്ട് ഓഫ് ഇറ്റ്? നിനക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഒരു റിലിജൻ കാണിക്കാൻ പറ്റുമോ? ഇറ്റ്സ് ഓൺലി അബൌട്ട് ഗോഡ് ആൻഡ് മാൻ. ഇവർ കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? അവിടെ വെച്ചിരിക്കുന്ന ദൈവത്തെ ഞാൻ നമസ്കരിക്കണം, അതിനാ കൊണ്ടുവന്നു. ഇല്ലെങ്കിൽ നിന്നെ കൊല്ലും. അവിടെ വെച്ചിരിക്കുന്ന അവരുടെ ദൈവത്തെ ആരാധിക്കണം, ഇല്ലെങ്കിൽ നിന്നെ കൊല്ലും. അപ്പോഴത്തേക്ക് എന്നെ പിടിച്ചെന്നറിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ ആളുകളെല്ലാം വണ്ടി വിട്ടുകൊണ്ട് പോയി. ഇവരെ എണ്ണയൊഴിച്ച് കത്തിക്കാനായിട്ടാണ് അവർ പോയത്. പക്ഷേ അവരടുത്തുള്ള ബാസൽ മിഷനല്ല, അവിടുത്തെ നോർത്ത് ഇന്ത്യയിലെ അവരുടെ ക്വാർട്ടേഴ്സിൽ അഭയം തേടി. അപ്പോൾ അവരോട് ഇരുന്നിട്ട് പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ ബ്രദറിന് എന്തോ സംഭവിച്ചു. അവർ വിചാരിച്ചത് മിക്കവാറും തീർന്നെന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്നെ വിളിച്ച് വേർതിരിച്ച് ശുശ്രൂഷയ്ക്ക് അയച്ച സ്വർഗത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതി പൂർത്തീകരിക്കുന്നത് വരെ ഒരു രോമം പോലും കൊഴിയാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ പിടിച്ചെൻ്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. എന്നിട്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ ഇരുത്തി. എന്നിട്ട് കൂടെ നിന്ന ആളുകളോട് ഞാൻ പറഞ്ഞു, എൻ്റെ മാസ്റ്റർ എന്നോട് പറഞ്ഞതാണ് ഇങ്ങനെ പ്രസംഗിക്കണം, എല്ലാവരെയും സ്നേഹിക്കണം, അതുകൊണ്ട് 2000 മൈൽ അപ്പുറത്തുനിന്ന് ഞാൻ വന്നതാണ്. ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തോട് പറഞ്ഞു. ദൈവാത്മാവ് അദ്ദേഹത്തിൽ ഇടപെട്ടു, അദ്ദേഹത്തോട് സംസാരിച്ചു, ഇടപെട്ടു. ഓ, ഇറ്റ്സ് യുവർ മാസ്റ്റർ, യു ആസ്ക് യു ടു കം ഓവർ ഹിയർ. യെസ്. അപ്പോൾ അവരെ വിളിച്ചു, നിങ്ങളുടെ വന്നേ. ഇദ്ദേഹത്തിൻ്റെ മാസ്റ്റർ, ഇദ്ദേഹത്തിൻ്റെ ഗുരു പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്യണമെന്ന്. നിങ്ങൾക്കും നിങ്ങളുടെ ഗുരു പറഞ്ഞിട്ടില്ലേ? നിങ്ങൾക്കും അതുപോലെ ചെയ്യാമല്ലോ. അദ്ദേഹത്തിൻ്റെ നാട്ടിലോട്ട് പോയി നിങ്ങൾ പോകത്തില്ല. ഇവർ ചെയ്യുന്നു, അവരെ തടസ്സപ്പെടുത്തേണ്ട കാര്യമില്ല. അവരിവിടെ വന്ന് മറ്റ് യാതൊരു കാര്യങ്ങളും ചെയ്യുന്നില്ല. അവിടെ ഇരുന്ന് മുംഫല്ലിയും ചായയും കുടിച്ചിട്ടാണ് പോരുന്നത്. മുംഫല്ലി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? കപ്പലണ്ടി. അതുമെല്ലാം കുടിച്ച് ചായയും കഴിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. അകത്തൊരു വേദന, അകത്തൊരു വെപ്രാളം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പ്രിയൻ്റെ ശക്തി എന്മേൽ ചൊരിഞ്ഞ് അന്ന് മാറിയതായി. പ്രസംഗിക്കാനുള്ള പേടി. നമ്മുടെ ഓണവാരവേലയൊക്കെ ചില പ്രത്യേക സ്ഥലങ്ങളുണ്ട്, അവിടെ നിന്ന് പ്രസംഗിക്കാൻ എന്നോട് പറയും. അവിടെയൊക്കെ പോയി പ്രസംഗിക്കും. ഒരു മടിയില്ല, ഒരു പ്രയാസമില്ല. എൻ്റെ പ്രിയനെക്കുറിച്ച് എവിടെ പറയാൻ? വേറെ ഒരു ആഗ്രഹവും എനിക്കില്ല. വേറെ ഒരു ജീവിതത്തിൽ ഒരു ആഗ്രഹവുമില്ല. ഒറ്റ ആഗ്രഹമുള്ളൂ, യേശുവിനെക്കുറിച്ച് ഈ അവസാന ശ്വാസം വരെയും പറയണം. അതല്ലാതെ മറ്റൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. ഹൃദയത്തിൻ്റെ മാംസപ്പലകമേൽ ദൈവാത്മാവ് ആലേഖനം ചെയ്തിരിക്കുന്ന
ഒരു പ്രമാണമുണ്ട്. ആ പ്രമാണം അനീതിയുടെ പ്രമാണത്തെ സമരസപ്പെടാൻ സമ്മതിക്കത്തില്ല. അതിനെ തിരിച്ചറിയാനും അതിൽ നിന്ന് ഒരു പുതുജീവിതം കെട്ടുപണി ചെയ്യുവാനും നമുക്ക് പ്രചോദനം നൽകുമെന്ന് ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവരുടെ പേര് മാറ്റി അവരുടെ ഭക്ഷണത്തിന് ക്രമീകരണം ചെയ്യാനായിട്ട് പോവുകയാണ്. എന്താണ് രാജഭോജനം? രാജാവ് കുടിക്കുന്ന വീഞ്ഞ്. ഈ രാജാവ് കുടിക്കുന്ന വീഞ്ഞിനെ വളർത്തുന്ന മുന്തിരി പ്രത്യേകം വൈൻയാർഡാണ്. അതിനിട്ട് കൊടുക്കുന്ന വളം വളരെ പ്രധാനപ്പെട്ടാണ്. സൂപ്പർവിഷനുണ്ട് അതിന്, മരുന്ന് കളിക്കത്തില്ല. വളരെ സ്ട്രിക്റ്റായിട്ട് സൂപ്പർവിഷനിലാണത് പരിപാലിച്ചെടുക്കുന്നത്. ഒരു കൊല ഏകദേശം 2-3 കിലോ വരും. നല്ല സുന്ദരമായിരിക്കുന്ന ഗ്രേപ്സാണ്. നമ്മുടെ പോൾസാറിനൊക്കെ അറിയാം, മസ്കറ്റിലൊക്കെ ഇരുന്നതല്ലേ, അവിടെ അവൈലബിൾ ആയിരിക്കുന്ന മനോഹരമായിരിക്കുന്ന, ഞാൻ പോയി കഴിച്ചിട്ടുള്ളതേ ഉള്ളൂ. ഗൾഫിലൊക്കെ പോകുമ്പം മക്കളോട് പറയാം അത് മേടിച്ചുകൊണ്ട് പറഞ്ഞു. വില കൂടുതലാണ്, പക്ഷേ അത് വളരെ രസമാണ് കഴിക്കാൻ. ആ പ്രത്യേക വീഞ്ഞ് അതിനകത്ത് തന്നെ ഒരു മണവും എല്ലാ രുചിയൊക്കെ ഉണ്ട്. ഒരു പ്രത്യേകതയുണ്ട്. കഴിച്ചാൽ ഡയബറ്റിക് അന്ന് ഓർക്കത്തില്ല, അങ്ങ് കഴിക്കും. അതുപോലെ സുന്ദരമാണ്. പ്രത്യേകമായി വളർത്തിയെടുക്കുന്ന ഒന്നാണ്. നെബൂഖദ്നേസർ രാജാവിൻ്റെ പാലസിലേക്ക് വൈൻ ഉണ്ടാക്കാൻ മരച്ചക്കിനകത്ത് പ്രത്യേക ആയുർവേദ കൂട്ടോടെ ചേർത്ത് മനോഹരമായി ആട്ടിയെടുക്കുന്നതാണ് ഈ വീഞ്ഞ്. മുമ്പേ പറഞ്ഞ വീഞ്ഞല്ല, രാജാവിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കുന്ന വീഞ്ഞാണ്. ഏകദേശം 60 ദിവസത്തോളമെങ്കിലും അത് ഫെർമെൻറ്റേഷന് വേണ്ടി സൂക്ഷിക്കും. അതിനപ്പുറത്ത് പോവില്ല എന്ന് പറഞ്ഞാൽ അത് കുടിക്കുമ്പം ലഹരി ഉണ്ടാകരുത് ചെയ്ത്, എന്നാൽ ലഹരി ഉണ്ടായിരിക്കണം. ആ തരത്തിൽ ഫെർമെൻറ്റേഷൻ നടത്തി കഴിഞ്ഞിട്ട് ആദ്യം ഒരാൾ കുടിക്കും. ഈ എടുക്കുന്നയാൾ ആദ്യം കുടിക്കും. അത് കഴിഞ്ഞിട്ട് രാജാവിൻ്റെ മേശപ്പുറത്ത് വരുന്നതിന് മുൻപേ വിളമ്പുന്നയാൾ വീണ്ടും കുടിക്കും. അങ്ങനെ 2-3 സ്റ്റെപ്പ് ടെസ്റ്റ് നടത്തിയിട്ടാണ് രാജാവിൻ്റെ മേശപ്പുറത്ത് വീഞ്ഞ് വരുന്നത്. ഭക്ഷണവും രുചി നോക്കിയിട്ടേ ഭക്ഷണം മേശപ്പുറത്ത് വരികയുള്ളൂ. ആ കന്നുകാലിയെ വളർത്തുന്നതൊക്കെ പ്രത്യേക സംവിധാനത്തിലാണ്. ധാന്യങ്ങൾ കൊടുത്താണ് വളർത്തുന്നത്. ധാന്യങ്ങൾ പൊടിച്ച് പ്രത്യേക സംവിധാനത്തിൽ കൊടുത്താണ് അതിനെ വളർത്തുന്നത്. അങ്ങനെ ഏറ്റവും രുചികരമായ, ഞാൻ ഇത് പറയാനാണ് വന്നേ, ഏറ്റവും രുചികരമായ വിഭവങ്ങൾ ലഭ്യമാണ് എവിടെ? രാജാവിൻ്റെ ഭക്ഷണമേശയിൽ. രാജാവ് എത്രമാത്രം ഇവരെ ഇമ്പോർട്ടൻ്റായിട്ട് കരുതിയത് കൊണ്ടാണ് നിയമിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. താൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും താൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്നും ഇവർക്ക് നിത്യവൃത്തി നിയമിച്ചു. കൽപ്പനയാണ്. അതുകൊണ്ടാണ് ആ മേൽസർ പറഞ്ഞത്, എൻ്റെ തലയ്ക്ക് നിങ്ങൾ അപകടം വരുത്തുമെന്ന് പറഞ്ഞത്. അത് കൽപ്പനയാണ്. അത് നിരസിച്ചാൽ ശിക്ഷ ഗുരുതരമാണ്. വീടില്ല, നാടില്ല, അപ്പനില്ല, അമ്മയില്ല, ആരുമില്ല. അപ്പോൾ ചെന്ന് പാർക്കുന്നിടത്ത് അപ്പനും അമ്മയും എല്ലാം ഇല്ലെങ്കിലും അതിനേക്കാൾ മെച്ചമായത് മേശപ്പുറത്തുണ്ട്. വീട്ടിൽ കിട്ടുന്നതിനേക്കാൾ മെച്ചമായത് മേശപ്പുറത്തുണ്ട്. രാജാവിൻ്റെ ദർശനത്തിൽ ഇവർക്ക് പുഷ്ടി വരാൻ യോഗ്യമാണെന്ന് തനിക്ക് ബോധ്യമുള്ളത് ഇവർക്ക് വേണ്ടി കൊടുത്തു. ശ്രദ്ധിക്കണം, രാജാവിൻ്റെ ദർശനത്തിൽ പുഷ്ടി പ്രാപിക്കണമെങ്കിൽ ഇന്നത് കഴിച്ചിരിക്കണം. എന്തൊക്കെ വേണം? ഞാൻ കഴിക്കുന്ന ഭക്ഷണം ഇവരും കഴിക്കണം. ഇവരെ ഇങ്ങനെ കൊടുക്കാനുള്ള ഒരു കാരണം, ഇവരാരായിരുന്നു? രാജസന്തതിയിൽപ്പെട്ടവരായിരുന്നു. രാജസന്തതിയിൽപ്പെട്ട കുലീനന്മാരായിരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് രാജഭോജനത്തിൽ നിന്ന് അവർക്ക് നിത്യവൃത്തി നിയമിച്ചു. അങ്ങനെ നിത്യവൃത്തി നിയമിച്ചപ്പോൾ രാജാവിൻ്റെ ദർശനത്തിൽ പുഷ്ടി പ്രാപിക്കാൻ ഇത് അത്യന്താപേക്ഷിതമാണെന്ന് വിധിച്ചപ്പോൾ ഇവർ പറഞ്ഞു, ഇവരെന്ത് പറഞ്ഞു? ഇതല്ല, പുഷ്ടിക്ക് അടിസ്ഥാനം ഇതല്ല. രാജാവിൻ്റെ മേശയിലെ ഭക്ഷണമല്ല, വിവേകമില്ലാതെ വിവേചനമില്ലാതെയും കഴിക്കാവുന്ന ഭക്ഷണമല്ല.
എങ്ങനെ ഉണ്ടാക്കിയെന്ന് നിശ്ചയമില്ലാതെ ലഭ്യമായത് കഴിക്കുന്നതല്ല. അത് വേണ്ടെന്ന് വെച്ചാലും രാജാവ് പ്രതീക്ഷിച്ച പുഷ്ടി ഞങ്ങൾക്ക് തരാൻ കഴിയുന്ന ഒരു രാജാതി രാജാവ് ഞങ്ങൾക്കുണ്ട്. രാജാവിനേക്കാൾ രാജാതി രാജാവിൻ്റെ കൽപ്പനകളെയും രാജാതി രാജാവിൻ്റെ പ്രമാണങ്ങളെയും മൂല്യമായി കണ്ടവരായിരുന്നു ഈ ശദ്രക്, മേശക്, അബേദ്നെഗോ, ദാനിയേൽ എന്ന 4 ബാലന്മാർ. ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഓർത്തിരിക്കണം. അവർ പറഞ്ഞു ഇനി ഞങ്ങൾക്ക് വേണ്ട എന്ന്. ഒരു സത്യം, നമ്മൾ അനുവദിക്കാതെ, ശ്രദ്ധിക്കണം, നമ്മൾ അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തെ അശുദ്ധമാക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. വിത്തൗട്ട് അവർ കൺസെൻറ്റ്. ഒരു ശക്തിക്കും നാം അനുവദിക്കാതെ കൊണ്ട് നമ്മെ അശുദ്ധമാക്കാൻ പറ്റില്ല. വൈ? തരം ഇവിടെയാ പറഞ്ഞു, ചിന്തിച്ച് വരണ്ടേ. വി ആർ ക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗാഡ്. വി ആർ ക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗാഡ്. നാം അനുവദിക്കാതെ കണ്ട് ഒരു ബാഹ്യശക്തിക്ക് നമ്മെ കളങ്കപ്പെടുത്താൻ സാധ്യമല്ല. കാരണം നാം ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ്. നമുക്ക് നൽകിയിരിക്കുന്ന വിവേചനപരമുണ്ട്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഡിസ്ക്രിഷണൽ പവറുണ്ട്. അത് ദൈവദത്തമാണ്. മറ്റൊരിടത്തൊന്നും ഒരു സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന ഒന്നല്ല. ദൈവ സാദൃശ്യവും സ്വരൂപവും നമ്മിലുള്ളയാൽ ഇൻബിൽറ്റാണത്. നമ്മിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതാണ്. നമ്മിൽ കൺസീൽഡ് ആണത് ഈ ധാർമ്മിക പ്രമാണം. ഈ കുഞ്ഞിനെ എവിടുന്ന് കിട്ടി? അതാണ് ധാർമ്മിക പ്രമാണം ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്നതിൻ്റെ പ്രത്യേകത. രണ്ടാമത്, ജീവിതത്തിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് സ്റ്റെപ്പ്, അത് ധാർമ്മിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇവരിങ്ങനെ കയറുക, പബ്ലിക് മിനിസ്റ്ററിലോട്ട് കയറുമ്പോഴത്തെ ആദ്യത്തെ സ്റ്റെപ്പാണ് എന്ത്? സമൃദ്ധിയുടെ വാഗ്ദാനം. സമൃദ്ധിയുടെ വാഗ്ദാനം. സമൃദ്ധിയുടെ വാഗ്ദാനം പറഞ്ഞപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പാണ്. ഈ വലിയ സംവിധാനത്തിലോട്ട് ഞങ്ങൾ കയറാൻ പോവാം. ആദ്യത്തെ സ്റ്റെപ്പാണ് ഇതാ. ഇവിടെ ലഭ്യമായ ദ ബെസ്റ്റ് പാലസിലെ ബെസ്റ്റ്. അവരുടെ ഡ്രസ്സിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ ഒന്നും പറഞ്ഞിട്ടില്ല, ഉള്ളി ഫുഡ് മാത്രം. ദ ബെസ്റ്റ് എ പാലസ് ക്യാൻ ഗിവ്, ദ ബെസ്റ്റ് ഔട്ട് ഓഫ് മൈ ഡൈനിങ് ടേബിൾ, ദ ബെസ്റ്റ് ഐ ക്യാൻ ഗിവ് യു. ഉടനെ അവരെന്ത് പറഞ്ഞു? നോ. അവരെന്നാ പറഞ്ഞു? നോ പറഞ്ഞു. ഈ ദൈവമക്കൾ സ്വർഗത്തോട് യേശു പറയാൻ പഠിക്കണമെങ്കിൽ ഇവിടെ ചിലതിനോട് നോ പറയാൻ പഠിക്കണം. ഇവിടെ നമുക്ക് നോ പറയാൻ ചിലതിനോട് പറ്റുന്നില്ലെങ്കിൽ ഒരിക്കലും സ്വർഗത്തോട് നമുക്ക് യേശു പറയാൻ സാധിക്കത്തില്ല. ഇനിയും ഒരു കാര്യം, ചിലതൊക്കെ വേണ്ടെന്ന് വയ്ക്കുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ പ്രൊവിഷൻ, God's providence for us, we cannot see it. നമുക്കൊരിക്കലും കാണാൻ പറ്റത്തില്ല. ബട്ട് God, in God's providence, something better, best is waiting for you. നിനക്ക് വേണ്ടി ചിലത് കാത്തിരിപ്പുണ്ട്. അത് കാണണമെന്നുണ്ടെങ്കിൽ you have to say no to certain thing. ഉദാഹരണം, വിശ്വാസയാത്രയിൽ നമ്മുടെ പിതാവായിരിക്കുന്ന അബ്രഹാമിനോടുകൂടെ ഒരാളും കൂടെ ഇറങ്ങിത്തിരിച്ചു. ആരാ? അബ്രഹാമിൻ്റെ സഹോദരപുത്രനായ
ലോത്തും ഇറങ്ങി തിരിച്ചു. യാത്ര ചെയ്ത് മുന്നോട്ട് പോവുക. പ്രോമിസ് ആരോടാ പറഞ്ഞിരിക്കുന്നത്? ദൈവം അബ്രഹാമിനോടാണ്. അബ്രഹാമിൻ പോകുന്നിടത്ത് കണ്ടുകൊണ്ടിറങ്ങിയതാ ലോത്ത്, അല്ലാതെ അവന് വിളി കിട്ടിയിട്ടില്ല. ഈ വിളി കിട്ടിയവൻ്റെയും വിളി കേട്ടവൻ്റെയും വിളി കേൾക്കാത്തവൻ്റെയും തമ്മിൽ ഭൗതികതയോടുള്ള ആർത്തി. ഈ ധൂപക്കുറ്റി വീശിക്കൊണ്ടും പള്ളി കുർബാനയെ സംബന്ധിച്ചുകൊണ്ടും അസിസ്റ്റ് ചെയ്തുകൊണ്ടും കമ്മിറ്റി കൂടിയോണ്ടും ഹല്ലേലൂയ പാടിയതുകൊണ്ടും കാര്യമായില്ലെന്നേ, ഒന്നും വിഷയമില്ല. അബ്രഹാം ഒരു ദിവസം വാർത്ത കിട്ടി, ഇടയന്മാർ തമ്മിൽ വഴക്കാണ്. അവർ തമ്മിൽ കുഴപ്പമൊന്നുമില്ല. ആര്? ഉപ്പാപ്പനും മോനും തമ്മിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു വഴക്കില്ല. ജോലിക്കാർ തമ്മിൽ കുഴപ്പമുണ്ട്. ജോലിക്കാർ തമ്മിൽ കുഴപ്പമുണ്ടായെന്നെ അങ്ങനെ. പക്ഷേ ഇതാ ദൈവവൈതൽ തിരിച്ചറിയാം, ഇത് കുടുംബത്തിലോട്ട് പടരാതിരിക്കണേ നേരത്തെ കൊണ്ട് ചിലത് ചെയ്യുന്നത് നല്ലതാണ്. അപ്പം ലോത്തിനെ വിളിച്ചിട്ട് അബ്രഹാം പറഞ്ഞൊരു വാക്കുണ്ട്. എത്ര പേർക്ക് ഓർമ്മയുണ്ട്? ആ ഒരു വാക്ക് മാത്രം പറഞ്ഞു, നാം സഹോദരന്മാരല്ലോ. അതിനകത്തെല്ലാം ഉണ്ട്. ഈ കൺവിക്ഷനാണ് മനുഷ്യബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നത്. ഈ പള്ളി വരുമ്പോഴൊക്കെ പള്ളി എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് പ്ലേസാണ്. ഗോഡ്സ് പീപ്പിൾ മീറ്റ്സ് their God and God meets their people and their people meets each other. ഈ ആ പള്ളിയിൽ വരുമ്പോൾ നമ്മുടെ മീറ്റിങ്സിനകത്തെ മാനവികതയുടെയും ഈ സൗഹാർദ്ദത്തിൻ്റെയും ഒരു വേദിയായി മാറുന്നത് ഈ ഒരു കോൺസെപ്റ്റിലാണ്. നാം സഹോദരങ്ങളല്ലേ. ഈ പുറജാതികളായ പെരിസ്യരും ഗിർഗശ്യരും യബൂസ്യരും ഒക്കെ ഇവിടെ താമസം. അവർ നമ്മളെക്കുറിച്ച് ദോഷം പറയാം. എന്നിട്ട് പറയാം, നീ ഇടത്തോട്ടാണെങ്കിൽ, നീ വലത്തോട്ടാണെങ്കിൽ. സത്യത്തിൽ ഇത് ആരാ പറയേണ്ടി? ആദ്യം ഈ ദേശമല്ല ആരുടെയാ? അബ്രഹാമിൻ്റെയാ. കണ്ടോ? ന്യായമായ അവകാശങ്ങൾ പോലും വേണ്ടെന്ന് വെക്കാൻ ദൈവപൈതലിനെ ശക്തിപ്പെടുത്തുന്ന മാർഗമാണ് ക്രിസ്തീയ മാർഗം, ആത്മീയ മാർഗം. ഇതിനെ ഉദാഹരിക്കുന്ന ഒരു പദം എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലുണ്ട്. വസ്തുക്കളുടെ അപഹാരം. ഉണ്ടോ? ഇല്ലാത്തൊന്നും പറയാൻ എനിക്കറിയത്തില്ലല്ലോ. അതല്ലേ വസ്തുക്കളുടെ അപഹാരം. സഹിച്ചു. ചിലതൊക്കെ വസ്തുക്കളുടെ അപഹാരം. ചിലതൊക്കെ നമ്മളിൽ നിന്ന് കളിപ്പിച്ചെടുക്കും. ന്യായമല്ലാത്ത ചിലത് നമ്മിൽ ആരോപിക്കും. വരേണ്ട ചിലതിനെ തട്ടിപ്പറിച്ചെടുക്കും. അവിടെ സ്തോത്രം പറഞ്ഞാൽ നിന്റെ ഉള്ളത്തിൽ സ്വർഗത്തിൻ്റെ ശബ്ദം കേൾക്കാം. അങ്ങോട്ട് തെരഞ്ഞെടുത്ത് പോയി അവന് സംഭവിച്ചത് തന്നെ നമുക്ക് പിന്നെ അറിയാം. അതായത് ദൃശ്യമായ സമൃദ്ധി കണ്ടിട്ട് ആകൃഷ്ടനായി അതിൻ്റെ പുറകെ പോയ ലോത്തിൻ്റെ ജീവിതത്തിൻ്റെ പിൻകാല ചരിത്രവും, വേണ്ടെന്ന് വെച്ചിട്ട് സ്വർഗത്തെ മാത്രം വിളിച്ചവനെ മാത്രം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും അവിടെ തന്നെ ഉറച്ചു നിന്ന് യാത്ര മുന്നോട്ട് സധൈര്യം നയിക്കാൻ തീരുമാനിച്ച അബ്രഹാമിൻ്റെ പിൽക്കാല ചരിത്രവും നമ്മുടെ മുൻപിൽ പാഠങ്ങളാണ്. എന്താ സംഭവിച്ചു? നീ എടുത്തോളം പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം അബ്രഹാമിനോട് ഇടപെട്ടു. എന്തോ പറഞ്ഞു? എത്ര കൊല്ലമായി ഇത് വായിക്കുന്നു. അബ്രഹാമേ, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാകുന്നു. ഞാൻ നിന്റെ അതിമഹത്തായ എൻ്റെ ഉള്ളം അത് കേൾക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എസ്റ്റേറ്റ് പണി ഉപേക്ഷിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ കുറച്ച് പ്രമാണിമാരെന്നോട് ചോദിച്ചു, ജോർജിൻ്റെ കാര്യമൊക്കെ പിന്നെ ആരാ നോക്കുന്നത്? കാരണം ഞാൻ വീട്ടിലെ മൂത്ത മോനാ, ഞങ്ങൾക്കൊരു വീടന്നില്ല. അച്ചാച്ചന് വരുമ്പോൾ ഏണിംഗ് മെമ്പർ ഞാനാ വരേണ്ടത്. ആരും സഹായിക്കാൻ വേറെ ഇല്ല. വീട്ടിൽ കാശുകാരൊക്കെ ഉണ്ട്, അന്ന് അമേരിക്കയിലൊക്കെ ഒത്തിരി പേരുണ്ട്. അതൊക്കെ കൊണ്ട് ഗുണമില്ല.
ആര് നോക്കും? അപ്പോൾ ആയിട്ട് റിട്ടയർ ചെയ്ത ഒരു അച്ചായൻ, ഒരപ്പച്ചൻ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. എനിക്ക് ഇത് കിട്ടിയപ്പോൾ ഞങ്ങളെ സ്നേഹിക്കുന്ന അപ്പച്ചൻ്റെ അടുത്ത് ഞാനിത് കൊണ്ടുവന്ന് എൻ്റെ കാർഡൊക്കെ കൊണ്ട് കാണിച്ചു. അന്നേരം ഇങ്ങോട്ട് ഇറങ്ങി വെച്ച് എന്നോട് ചോദിച്ചു, മോനെ, ജോർജിൻ്റെ കാര്യം ആര് നോക്കും? അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളും എൻ്റെ വല്യപ്പച്ചനും കൂടി ചേർന്ന് സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ ആരംഭ സമയത്ത് കടവിൽ മാളിയിലൊക്കെ പോയിരുന്ന് പ്രാർത്ഥിച്ചതാണ്. ആ അപ്പച്ചൻ ചോദിച്ചു. ഞാൻ അപ്പച്ചനോട് അന്ന് കൊടുന്ന മറുപടി, അപ്പച്ചാ, ദൈവം കരുതിക്കൊള്ളു. എന്നാ നീ പോക്കോ. ഇത്ര സന്തോഷത്തോടല്ല, എന്നാ നീ പോക്കോ. അവരുടെ മുൻപിൽ എൻ്റെ പ്രിയൻ എന്നെ ലജ്ജിപ്പിച്ചില്ല. സ്തോത്രം. ഈ കർത്താവിന് വേണ്ടി വല്ലതും വേണ്ടെന്ന് വെച്ചാൽ അതിരട്ടിയായി തരാൻ അവൻ ശക്തന, അവൻ ആർക്കും കടക്കാരനല്ല. ദൈവത്തിന് സ്തോത്രം. രാജാവേ, നിന്റെ മൃഷ്ടാന ഭോജനം എനിക്ക് വേണ്ട. മൃഷ്ടാന ഭോജനം കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്ന പുഷ്ടി എന്ന് നീ ചിന്തിക്കുന്നതിനെ നിന്റെ ദൃഷ്ടിയിൽ മൃഷ്ടാനമല്ലാത്തതെന്നത് പറഞ്ഞത് പുൽകാൻ ഞങ്ങളുടെ ദൈവത്തോടൊത്ത് ഞങ്ങളത് സ്വീകരിച്ചാൽ നീ വിചാരിക്കുന്നതിനേക്കാൾ പുഷ്ടി തരാൻ ഞങ്ങളുടെ ദൈവത്തിന് കഴിയും. ദൈവത്തോടൊത്ത് അല്പം പുഷ്ടിയുള്ളത് തന്നെയാണ്. വിശ്വസിക്കാമോ? അനുഭവത്തിൽ ഒത്തിരി അനുഭവിച്ചവനാണ് ഞാൻ. അതിൻ്റെ സമൃദ്ധി, പുഷ്ടി അങ്ങനെയാണ് കിട്ടുന്നത്. എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് ശാഖപദാർത്ഥവും പച്ചവെള്ളവും രാജാവിൻ്റെ ദൃഷ്ടിയിൽ അതിനകത്ത് എന്തെങ്കിലും ന്യൂട്രീഷൻ വാല്യൂ ഉണ്ട്. പരിപ്പിന് ഇത്തിരിയൊക്കെ ഉണ്ട്. എന്നാൽ പച്ചവെള്ളവും പരിപ്പും മാത്രം കുടിച്ച് എങ്ങനെ ജീവിക്കാം? അല്ല, ഹോം സയൻസുകാരുണ്ടോ? ഉണ്ടെങ്കിൽ പറ. അല്ല, ഡോക്ടർ ഇരിപ്പുണ്ട്, പിന്നെ ഹോം സയൻസിനാടി വയ്ക്കുന്നത്. ഇതിനകത്ത് എന്നാ ന്യൂട്രീഷൻ വാല്യൂസ് ഉണ്ട് സാറേ? എന്തെല്ലാം കാര്യങ്ങൾ ഈ സിസ്റ്റത്തിൽ വേണം. അതോ എത്ര കൊല്ലം? 1-2 ദിവസമാണോ? 3 കൊല്ലം. ദൈവത്തിന് സ്തോത്രം. ഈ രാജാവിൻ്റെ കാഴ്ചപ്പാടല്ല ദൈവപൈതലിൻ്റെ കാഴ്ചപ്പാട്. ഒരു വ്യത്യാസമാണ്. രാജാവിൻ്റെ പേഴ്സ്പെക്റ്റീവ് അല്ല രക്ഷിക്കപ്പെട്ട ദൈവപൈതലിൻ്റെ പേഴ്സ്പെക്റ്റീവ്. ഈ രക്ഷിക്കപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ചേഞ്ചാണ്. Our priorities are changed, our perspectives are changed. വീക്ഷണങ്ങൾക്ക് മാറ്റമുണ്ട്, മുൻഗണനാക്രമത്തിന് മാറ്റമുണ്ട്. ഈ മുൻഗണനാക്രമത്തിൽ മാറ്റം വരുമ്പോഴാണ് പള്ളിയിലൊക്കെ വരാനുള്ള മുൻഗണന ഉണ്ടാകുന്നത്. പള്ളി വെറുതെ വീട്ടിലിരിക്കുക എത്ര പേര് നമ്മുടെ ഇടയിൽ കാണും? വെറുതെ വീട്ടിലിരിക്കുക. ഇത്ര നേരം പള്ളി ചിലർ സമയമില്ലെന്നൊക്കെ പറയും. ക്ഷമിക്കണം, ഞാനിത് പറയുന്നുണ്ട്. കഴിഞ്ഞിടത്തൊരു കല്യാണം ഉണ്ടായിരുന്നല്ലോ. 10 മണിക്ക് മുതലേ കല്യാണത്തിന് വന്നതാ. എത്ര മണിയായി വീട്ടിൽ പോയപ്പം? വല്ലതും കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ? 11 മണിക്ക് അവസാനിക്കേണ്ട കുർബാന 11:30 ആയാലോ? ഇപ്പോഴത്തേക്ക് എന്തോ പരിപാടിയാണെന്നോ എനിക്കറിയൂടാ. പണ്ടത്തെ 9 മണിക്ക് കുർബാന തുടങ്ങി എത്ര മണിക്കാണ് അവസാനിക്കുന്നത്? 12-12:30 അവസാനിക്കുന്നത്. 3/4 മണിക്കൂർ കുർബാനയുടെ പ്രസംഗത്തിലുള്ളതാണ് ഞാൻ. 3/4 മണിക്കൂർ. ഇപ്പോഴും ചില അച്ഛന്മാർ പറയും, അമ്പാച്ച വേണ്ട, ഞങ്ങളുടെ 20 മിനിറ്റ് കൊണ്ട് നിർത്തരുത്. എന്നെ അറിയാവുന്ന സീനിയർ പട്ടക്കാർ പറയും 35-40 മിനിറ്റ്. ഒരു കുഴപ്പമില്ല ആർക്കും. എവിടെ പോവാൻ നമ്മൾ? എന്താ നമ്മുടെ പ്രയോറിറ്റി? എന്താണ്? ബാക്കി മുഴുവൻ ദിവസങ്ങൾ ഇഷ്ടം പോലെ ജീവിക്കുകയല്ലയോ? വാ, ഒരു ദിവസം ശബത്തിൽ ഒരു ദിവസം വാ, ഇവിടെ ചെലവഴിക്ക്. അച്ഛൻ പറയാ 12 മണി വരെ നമുക്കിരുന്ന് ആരാധിക്കണമെന്ന് പറഞ്ഞാൽ എത്ര എണ്ണം കാണും ഇവിടെ? അടുത്ത വർഷം ട്രാൻസ്ഫറാ. പിന്നെ ദൈവത്തിന് സ്തോത്രം. പ്രയോറിറ്റീസ് വളരെ പ്രധാനപ്പെട്ടതാണ്. മുൻഗണനാക്രമങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പേഴ്സ്പെക്റ്റീവ്, വീക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നത്. ഞാനീ സുവിശേഷ വേലയ്ക്ക് വന്നതിന് ശേഷം ജോലിയുടെ വാഗ്ദാനങ്ങളുമായിട്ട് പലര് വന്നതാണ്. ഈ ബേസിക്കലി അന്നത്തെ സ്റ്റെനോഗ്രാഫറാണ് ബേസിക്കലി എൻ്റെ പഠനം അത്രയും. അപ്പോൾ ഈ സ്റ്റെനോഗ്രാഫി അന്ന് നല്ലൊരു പോസ്റ്റാണ്. ഞാൻ മദ്രാസിലെ ഓഫീസിൽ അവിടുത്തെ സെക്രട്ടറിയായിരുന്നു, ഓഫീസ് സെക്രട്ടറിയായിരുന്നു. അപ്പോൾ PM ജോണാണ് ഞങ്ങളുടെ ലീഡർ. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ച് രാവിലെ ഡ്രാഫ്റ്റ് ചെയ്യും. ഞാൻ ഷോർട്ട് ഹാൻഡിൽ എഴുതും,
എന്നിട്ട് ലോങ് ഹാൻഡ് ടൈപ്പ് ചെയ്ത് ഡ്രാഫ്റ്റ് കൊടുക്കും. ഡ്രാഫ്റ്റ് പുള്ളി അപ്രൂവ് ചെയ്ത് തരും. പിന്നെ അത് ടൈപ്പ് ചെയ്തിട്ടാണ് അയക്കുന്നത്. വെളിയിലേക്കെല്ലാം അയക്കണം, ഒത്തിരി എടുക്കണം. അപ്പോൾ പല ഗൾഫ് രാജ്യങ്ങളിൽ ജോലിക്കായിട്ടുള്ള ഓഫറുമായി പല സ്നേഹിതർ അഭിമുഖീകരിച്ചതാണ്. എയർപോർട്ടിൽ, ദുബായ് എയർപോർട്ടിൽ ജോലി ചെയ്യുന്ന അച്ചായന് പരിചയമുള്ള, എൻ്റെ ഫാദറിന് പരിചയമുള്ള ഒരു പിതാവിൻ്റെ മകൻ ഇപ്പം എന്നോട് ചോദിച്ചു, നമ്മുടെ വീട്ടിലെ, നമുക്ക് വീടൊന്നും ഇല്ലല്ലോ, നമ്മുടെ വീട്ടിൻ്റെ പ്രയാസമൊക്കെ ഒന്ന് മാറുമെങ്കിലേ നല്ലതില്ലെന്ന്. മുൻവെച്ച കാല് പിന്നോട്ട് എടുക്കുവാൻ അനുവദിക്കാത്തൊരു ദൈവമുണ്ട്. സ്തോത്രം. ഞാൻ 1992 ഈ ദുബായ് കൺവെൻഷന് പ്രസംഗിക്കാൻ പോയപ്പോൾ എന്നെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ടത് ആ മനുഷ്യനാണ്. എയർപോർട്ടിലങ്ങ് പ്ലെയിനിൻ്റെ അടുത്ത് വരെ, ഫ്ലൈറ്റിൻ്റെ അടുത്ത് വരെ വന്നു. ഒരു എക്സ്ട്രാ ലഗേജ് ഉണ്ടായിരുന്നു, അച്ഛനെ എടുത്തുകൊണ്ട് വന്നേ. പേരൊന്നും ഞാൻ പറയത്തില്ല, അച്ഛനെ എടുത്തുകൊണ്ട് വന്നേ. അന്നേരം എന്നോട് പറഞ്ഞു, മോനെ അന്ന് അപ്പം പറഞ്ഞ അനുസരിച്ചിരുന്നെങ്കിൽ ഇത്രയും മാന്യമായൊരു അനുഭവം നിനക്ക് ലഭിക്കുകയില്ലായിരുന്നു. എൻ്റെ പ്രിയനെ സ്നേഹിക്കുന്നതും മാനിക്കുന്നതും ജീവിതത്തിൻ്റെ ഭാഗ്യം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഇത്രയും ശബ്ദമേ ഉള്ളല്ലോ. ഇന്നലെ ഞാൻ പോയത് യാക്കോബക്കാരുടെ മീറ്റിങ്ങിനാണ്. ചതച്ചു പെയ്യുന്ന മഴ, 80 പേരുണ്ടായിരുന്നു. ഒരു കൊച്ചു നാട്ടിലുള്ള കൊച്ചു കൂട്ടായ്മയായിരുന്നു, ഊരമന എന്ന് പറയുന്ന സ്ഥലത്ത്, യാക്കോബക്കാരുടെ. എൻ്റെ ദൈവമേ, അതുങ്ങളുടെ സ്വോത്രം പറച്ചിലും ഹല്ലേലൂയ പറച്ചിലും എഴുന്നേറ്റ് നിന്നുള്ള ആരാധന എന്ന് കാണാൻ നിങ്ങളെ അങ്ങോട്ടൊന്ന് കൊണ്ടുപോവാം. എന്തോ സന്തോഷമാണ്. ആരാ? യാക്കോബയ വിശ്വാസത്തിൽപ്പെട്ടവർ. ഓർത്തഡോക്സിൽ പോകും, ഞാൻ ഓർത്തഡോക്സ്, കത്തോലിക്കിൽ പോകും പ്രസംഗിക്കാൻ. ഓർത്തഡോക്സ്, കത്തോലിക്ക, യാക്കോബ, CSI, ഇവിടെ എല്ലാം ഞാൻ പ്രസംഗിക്കാൻ പോകും. എന്നോ ആവേശമാണ്. കോട്ടയത്തെ CSIക്കാരുടെ മെയിൻ ചർച്ചിൽ, കത്തീഡ്രൽ ചർച്ചിലൊക്കെ ഞാൻ കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയി. എന്നോ ആവേശത്തോടെ, എന്തോ സന്തോഷത്തോടെ ആരാധിക്കുന്നു. ഈ മാർത്തോമാക്കാരാ, സുറിയാനി, നിനക്ക് എന്നാ പറ്റി? ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ഈ ഉപദേശിമാർക്ക് ഈ ബൈബിൾ സ്റ്റഡി തന്നാലും എന്ത് വന്നാലും ഈ പ്രസംഗ രൂപത്തിൽ അങ്ങ് പോകും. അതാ കുഴപ്പം. ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കാൻ പോവാം. ഇപ്പം ഡീറ്റെയിൽ സ്റ്റഡിയിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കും. ഇനിയുള്ളതെല്ലാം ഈ ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. അപ്പോൾ ഇത്രയും നമ്മൾ 3-4 വാക്യങ്ങളെ പരിശോധിച്ചുള്ളൂ. ഇത്രയും സമയം എന്തിനാണ് ഇത് പറയുന്നത്? ഈ മറ്റ് ചിലയിടത്തൊക്കെ ഈ വേദവിദ്യാർത്ഥികൾക്കാണ് ക്ലാസ് എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഒരു പരിജ്ഞാനമുള്ള ആൾ. അവിടെ പറയുന്നതുമായിട്ട് വ്യത്യാസമുണ്ട് നമുക്കിവിടെ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ബാബിലോണ്യ സാമ്രാജ്യത്തിലെ രാജാക്കന്മാരെ കുറിച്ച്. അതൊരു എഴുതി വെച്ചിട്ട് നമുക്ക് കിട്ടാം. ബാബിലോണ്യ സാമ്രാജ്യത്തിലെ രാജാക്കന്മാരെ കുറിച്ച്. ബാബിലോണ്യ സാമ്രാജ്യത്തിലെ 6 രാജാക്കന്മാരെ കുറിച്ചാണ് ചരിത്രം പറയുന്നത്. 1, നെബൂഖദ്നേസറിൻ്റെ പിതാവായ നെബോപിലേസർ 625 മുതൽ 605 വരെ. നെബോപിലേസർ 625 മുതൽ 605 വരെ. 2, നെബൂഖദ്നേസർ 605 മുതൽ 562 വരെ. 3, എവിൽ മൊരേദക് 561 മുതൽ 559 വരെ. 559 വരെ. 4, നെരിഗ്ലിസാർ 559 മുതൽ 556 വരെ. 5, ലെബാഷി മാർദൂക്ക് 556 മുതൽ 555 വരെ. 555 മുതൽ 540 വരെ. 6, നെബോനിഡസ് ബെൽഷസർ 540 മുതൽ 538 വരെ. ഒരിക്കലും ചിന്തിക്കാനാവാത്ത വിധത്തിൽ, ഒരിക്കലും ചെന്നു പാർക്കാൻ പറ്റാത്ത സംവിധാനങ്ങളുള്ള ഒരു പാലസിന് ഉള്ളിൽ ഈ 15 വയസ്സ് 16 വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങൾ ആയിരുന്നിട്ടും എല്ലാം അവകാശങ്ങളും നിഷേധിക്കപ്പെട്ട അവസരത്തിലും എല്ലാം നഷ്ടപ്പെട്ട സന്ദർഭത്തിലും
അവരുടെ ഉള്ളിൽ നഷ്ടപ്പെടാതെ സൂക്ഷിച്ച, അവരുടെ ഹൃദയത്തിൽ നഷ്ടപ്പെടാതെ സൂക്ഷിച്ചത് ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. ഇവരുടെ കാതലായ ഒരു ദർശനം ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് ദൈവത്തെ സേവിക്കാനാണ്. ആ സേവിക്കാവുന്നൊരു പദം എവിടെയെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇതിനകത്തുണ്ട്, 3-ാം അധ്യായത്തിലുണ്ട്. നെബൂഖദ്നേസർ ശദ്രക് മേശക് അബേദ്നെഗോ പറഞ്ഞ മറുപടി, ആരെ സേവിക്കാൻ കൊണ്ടുവന്ന? ആരെ സേവിക്കാൻ? നെബൂഖദ്നേസറിനെ സേവിക്കാൻ കൊണ്ടുവന്ന. നെബൂഖദ്നേസറിനെ സേവിക്കാനാണ് ഇവിടെ കൊണ്ടുവന്നതെങ്കിലും ഞങ്ങളെ ആര് കൊണ്ടുവന്ന? അവർ പറയുന്നേ ദൈവം. ഒരു ചുറ്റുപാടുകളും നാം തിരഞ്ഞെടുക്കുന്നതല്ല, നമുക്ക് ഭവിക്കുന്ന ചുറ്റുപാടുകൾ ദൈവത്താൽ അനുവദിക്കപ്പെട്ടതാണെന്ന ദർശനമുള്ളപ്പോഴേ ആ ചുറ്റുപാടുകളിനെ ദൈവികമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. ചുറ്റുപാടുകളെ പഴിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. ലഭ്യമായ എല്ലാ ചുറ്റുപാടുകളും ദൈവത്താൽ അനുവദനീയമാണെന്ന ബോധ്യം നമുക്കുള്ളപ്പോൾ ലഭ്യമായ ചുറ്റുപാടുകളെ ദൈവത്തിന് പ്രമോദമുള്ളതാക്കി മാറ്റാൻ നമുക്ക് സാധ്യമായിത്തീരും. അങ്ങനെയാണ് എല്ലാ പ്രിയപ്പെട്ടവരും തങ്ങളുടെ ജീവിതത്തെ മാറ്റിയിട്ടുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു പുസ്തകത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഏലി വിസ്ൽ എന്ന് പറയുന്ന നൊബേൽ പ്രൈസ് സമാധാനത്തിനുള്ള 1985 നൊബേൽ പ്രൈസ് വാങ്ങിച്ച ആളാണ്. നൈറ്റ് എന്ന പുസ്തകം എഴുതിയ ആൾ. അദ്ദേഹം ഹിറ്റ്ലറുടെ ക്രൂരമായ പീഡയ്ക്ക് വിധേയപ്പെട്ട കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് ഓപ്പൺ കാർട്ടിൽ യാത്ര ചെയ്ത് മൃഗങ്ങളെ കൊണ്ടുവന്ന പോലെ കൊണ്ടുപോവുകയാണ്. അടുക്കി വെച്ച്. വുളൻ ക്ലോത്ത്സ് ഒന്നുമില്ല. ദാഹം തീർക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? ഒരാടെ പുറത്ത് വീഴുന്ന ഐസ് നക്കി കുടിച്ചിട്ടാണ് ഈ യഹൂദന്മാരായിരിക്കുന്ന ബാലന്മാരും യഹൂദരായിരിക്കുന്ന ആളും ക്ഷീണിതരായിരിക്കുന്നവരെ വലിച്ച് പുറത്തോട്ടെറിയുക. കൂടെ യാത്ര ചെയ്ത പെങ്ങളെയും മാതാപിതാക്കളെയും ആ കാട്ടിൽ നിന്ന് വലിച്ചെറിഞ്ഞ ഹൃദയഭേദകമായ കാഴ്ച കണ്ടവൻ ഒരു സ്ഥലത്ത് കൊണ്ടവരെ വെടിവെച്ച് കുഴിയിലേക്ക് തള്ളി ഇടുകയാണ്. ഇവൻ്റെ കാലിനാണ്, ഇദ്ദേഹത്തിൻ്റെ കാലിനാണ് വെടികൊണ്ടത്. മരിച്ചെന്ന് കരുതി ഉപേക്ഷിച്ചു പോയി. കുറേ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെട്ട് വന്ന് ദൈവത്തിൻ്റെ കൃപയാൽ വളർന്ന് വലുതായി അദ്ദേഹം എഴുതിയ പുസ്തകമാണ്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും വെല്ലുവിളികളും നമ്മളാരും ചിലപ്പം മനഃപൂർവ്വമായി എടുക്കുന്നതല്ല, അത് വന്നു ഭവിക്കുന്നതാണ്. അതിനെ നമുക്ക് പ്രമോദമാക്കി മാറ്റാനായിട്ട് സാധിക്കും. ക്രൈസിസ് ഒന്നും നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. വി ഡോണ്ട് ലൈക്ക് ക്രൈസിസ്, ബട്ട് I like the opportunity they provide. Every crisis which is happening in our lives, it provides an opportunity for God's people. Each and every crisis what is happening to our life, it provides certain opportunities to glorify Him, glorify the Master. നിയമത്തിലെ ഒരു രക്ഷ പറഞ്ഞു നിർത്താം. ഒരു പെങ്കൊച്ചിന് സുബോധം വരുത്തി കൊടുത്തതാണ് 2 ഉപദേശിമാർ. 2 ഉപദേശിമാർ സുബോധമില്ലാത്തൊരുത്തിക്ക് സുബോധം വരുത്തി കൊടുത്തു. അപ്പോൾ അവളുടെ സുബോധമില്ലായ്മ ചൂഷണം ചെയ്ത് കാശുണ്ടാക്കിയ ചിലരുണ്ടായിരുന്നു. അവരെന്താ ചെയ്തു? ശരിയായിട്ടങ്ങ് അടിച്ചു. ഈ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ചിലർക്ക് സുബോധം വരുത്തിയാൽ മതി, നമ്മൾ അടി കൊള്ളും. ഇപ്പം ഞാൻ കുറേ അടി കൊണ്ടിട്ടുണ്ട്. ഇന്ന് മാത്രം തെറ്റിദ്ധാരണ അടിയാന്നറിയുകൊണ്ട് അവസാനം കാലേ പിടിച്ചിട്ടുണ്ട്. വന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം നെഞ്ചത്തൊരടിയും കൂടെ അറിയാതെ പറഞ്ഞു പോയി, ക്ഷമിക്കണേ. അപ്പോസ്തലരുടെ പ്രവൃത്തി 16-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം കാണാപ്പാഠം പഠിക്കണം. എന്താ അത്? അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. ഓരോ വാക്കും അർത്ഥവത്താണെന്നേ. എവിടെ? കാരാഗൃഹത്തിൽ. എന്തോ കുറ്റം ചെയ്തിട്ടാ? ഒരു കുറ്റവും ചെയ്തിട്ടില്ല. കുറ്റം ചെയ്തോ? ആരുടെ ദൃഷ്ടിയിൽ കുറ്റം ചെയ്തു? ലാഭം ഉണ്ടാക്കുന്ന ഒരു ദൃഷ്ടിയിൽ കുറ്റം ചെയ്തു. അത് ഏറ്റുപാടാൻ കുറെ പ്രമാണിമാരും ഉണ്ടായിരുന്നേ.
തെറ്റിദ്ധാരണയും മിസ്ഇൻ്റർപ്രിട്ടേഷൻസും ഒത്തിരി ആളുകൾ അങ്ങ് വിശ്വസിക്കും. അതുപോലെ 40 പ്രാവശ്യം ഒരു കള്ളം ആവർത്തിച്ച് പറഞ്ഞാൽ സത്യമാണെന്ന് വിശ്വസിക്കും. അങ്ങനെ പ്രമാണം 40 പ്രാവശ്യം പറഞ്ഞാൽ മതി. അങ്ങനെ ചിലതങ്ങ് പ്രമാണമാകും, പിന്നെ മാറ്റാൻ പറ്റത്തില്ല. ഒരു കള്ളനെ കള്ളനാക്കാൻ 40 പേര് പറഞ്ഞാൽ മതി. എന്തോ ചെയ്തവർ അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിച്ചു. ലഭ്യമായ ചുറ്റുപാട് തങ്ങൾ എടുത്തതല്ല, മനഃപൂർവ്വമല്ല. ലഭ്യമായ ചുറ്റുപാട് ദൈവമൊരുക്കിയതാണെന്ന ബോധ്യത്തോടെ അതിനെ ആരാധനാവേദിയാക്കി മാറ്റിയപ്പോൾ സ്വർഗത്തിലെ ദൈവം ഇടപെട്ടവിടെ. യെസ്, ഇതാണ് ആത്മീയത. അല്ലാതെ ഒരു തമ്പേറും കൂട്ടും എല്ലാം കൊണ്ട് കുറേ ചാട്ടവും പാട്ടവും ബഹളവും ഇതൊന്നും അല്ല ആത്മീയത. അതൊക്കെ അതിനകത്തെ ആത്മീയതയുടെ ഒരു ഇമോഷണൽ ലിഫ്റ്റാണ്. അതൊക്കെ ഇതിനകത്തുള്ളതാണ്. ചാട്ടവും ചാടിക്കും, അതിനും തെറ്റൊന്നുമില്ല. ദാവീദ് എവിടെ പെട്ടത്തിന് മുമ്പ് ഡാൻസ് ചെയ്തെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ക്രൈസിസും നമ്മൾ മനഃപൂർവ്വം സൃഷ്ടിക്കുന്നതാവണമെന്നില്ല. ഭവിക്കുന്നതാവാം. ഭവിക്കുന്ന ക്രൈസിസിനെ സ്തോത്രം ദൈവം ഒരുക്കിയതാണെന്ന ഉത്തമ ബോധ്യത്തോടെ നമ്മൾ സ്വീകരിച്ച് അത് ദൈവത്തോടൊത്ത് നമ്മൾ കൺഫ്രണ്ട് ചെയ്യുമ്പോൾ അതിനെ ആരാധന അനുഭവത്തിലേക്ക് ഉയർത്തുന്നതിനും അതിൻ്റെ നടുവിൽ സ്വർഗം ഇറങ്ങി വന്ന് രക്ഷയുടെ വലിയ സന്ദേശം വ്യാപിപ്പിക്കുന്നതിനിടയായിത്തീരും. 16-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം എന്നാ? കാരാഗ്രഹപ്രമാണി വിറച്ചും കൊണ്ട് അവരുടെ മുൻപിൽ വെളിച്ചം ചോദിച്ചു, യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ. അവിടെ എന്നെ മൈക്ക് കെട്ടി പ്രസംഗിച്ചോ? നോ, ഇല്ല. ലഭ്യമായ ക്രൈസിസ് അതിനെ ദൈവമൊരുക്കിയ അവസരമാണെന്ന് കണ്ടു. പ്രിയപ്പെട്ടവരെ, ലഭ്യമാകുന്ന അവസരങ്ങളെ ദൈവം ഒരുക്കുന്ന അവസരങ്ങളാണെന്ന് കണ്ടിട്ട് നമുക്ക് ആത്മജീവിതം നയിപ്പാം. നമ്മിൽ കൂടെ ചിലതൊക്കെ ദൈവം ചെയ്യുമെന്നേ. പൗലോസിനെയും ശീലാസിനെയും ഉപയോഗിച്ച് ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാൻ കഴിയും. ഒരാളെ നോക്കുന്ന ദൈവത്തിന് വേണ്ടി ദൈവത്തോടൊത്ത് നിൽക്കുന്ന തൻ്റെ പൈതലിൽ കൂടെ ലോകത്തിന് എന്ത് നേടാൻ കഴിയുമെന്ന് ഇതുവരെ ലോകം കണ്ടിട്ടില്ല, കാണാനിരിക്കുന്നു. I want to be one among them. I want to be one among them. How many you can say that? I want to be one among them. Praise the Lord. ദൈവത്തോടൊത്ത് ദൈവത്തിന് വേണ്ടി ഈ ലോകത്തിൽ എന്തും വരട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന തൻ്റെ പൈതലിൽ കൂടെ അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവം തന്നെയാണ് നമ്മുടെ ദൈവം. ആ ദൈവം ഇന്നും ജീവിക്കുന്നവനാണ്, അത്ഭുതങ്ങളുടെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുക, ഏറ്റെടുക്കുക, ദൈവത്തോടൊത്ത് യാത്ര ചെയ്യുക. ദാനിയേൽ പ്രവചനത്തിൻ്റെ പഠനം ഈ വിധത്തിൽ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ പക്വമാക്കാൻ, പാകപ്പെടുത്താൻ ഇടവരുത്തട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തലകൾ വണക്കാം, പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ഇടപെട്ടോ? രാജ്യം നഷ്ടമായി, ദേവാലയം നഷ്ടമായി, മാതാപിതാക്കളെ നഷ്ടമായി, നല്ല ഭക്ഷണം പോലും കഴിക്കാനില്ലാത്ത വിധത്തിലായ കുഞ്ഞുങ്ങളെ എല്ലാ സമൃദ്ധിയുടെയും നടുവിൽ കൊണ്ടെത്തിച്ചിട്ടും പ്രമാണത്തിന് വിരുദ്ധമായത് ആണെന്ന ബോധ്യത്തോടെ അതിനോട് നോ പറഞ്ഞ് സ്വർഗത്തോട് യേശു പറയാൻ ശദ്രക്കിനും മേശക്കിനും അബേദ്നെഗോവിനും ദാനിയേലിനും സാധിച്ചതുപോലെ സ്വർഗത്തോട് യേശു പറയാൻ, ഉള്ളിലെ ദൈവിക ന്യായപ്രമാണത്തോട് യേശു പറയാൻ നമുക്ക് സാധിക്കുമ്പോൾ ചിലതിനോട് നോ പറയേണ്ടതായിട്ട് വരും. കർത്താവേ പ്രത്യാഘാതം വകവയ്ക്കാതെ ദൈവാത്മാ അന്തരാളത്തിൽ തോന്നിക്കുന്നതിന് യേശു പറഞ്ഞ ലോകത്തിൽ അങ്ങയോടൊത്ത് നിൽപ്പാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നെ അതിനുവേണ്ടി ഉപയോഗിക്കണേ കർത്താവേ, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ കഴിവില്ലാത്തവരല്ല, ഉള്ള കഴിവ് മതി. God never looks our ability but our availability. ദൈവം നമ്മുടെ കഴിവുകളല്ല നോക്കുന്നത്, നമ്മുടെ ലഭ്യതയാണ് നോക്കുന്നത്. കർത്താവേ, ഞാനിവിടെ ഉണ്ട് കർത്താവേ. ദാനിയേൽ എന്ന ബാലനെ ചരിത്രത്തിൽ ഉപയോഗിച്ചെങ്കിൽ ഞങ്ങളെ ഉപയോഗിക്കാൻ അങ്ങ് കഴിയുമല്ലോ. ജീവിതത്തിൻ്റെ സായാഹ്നത്തിലെത്തിയവരാണ് ഞങ്ങൾ. എന്നാൽ ശിഷ്ടകാലം ഞങ്ങളെ ആയുസ്സിൻ്റെ അവശേഷിക്കുന്ന കാലം അങ്ങയ്ക്കായി, അങ്ങയോടൊത്ത്, അങ്ങയുടെ ലോകത്തിൽ അങ്ങയ്ക്ക് വേണ്ടി ചിലത് ചെയ്യുവാൻ
കൃപ തരണേ, പ്രാപ്തി തരണേ, ബലം തരണേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. എന്നുമേ ഞാനിനിയും നിന്നുടെ സ്വന്തമത്രേ, എന്നുമേ ഞാനിനിയും നിന്നുടെ സ്വന്തമത്രേ. ഒന്നുമേ ശക്തമായി ഈ ബന്ധം മാറ്റുവാൻ എന്തൊരു ഭാഗ്യമിത്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. പ്രിയ കർത്താവേ, പരിമിതികളോടുകൂടെ അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങൾ അടുത്ത് വരികയാണ്. ഞങ്ങളുടെ പരിമിതികൾ ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ പരിമിതികൾ വകവയ്ക്കാതെ കണ്ട് ഞങ്ങളെ കൈപിടിച്ച് നടത്താൻ, ഉയർത്താൻ, ഞങ്ങളെ ഉപയോഗിക്കാൻ അങ്ങ് ശക്തനാണല്ലോ കർത്താവേ. ആ ശക്തനായ, കരുത്തനായ അങ്ങയുടെ കരത്തിൽ ഏഴകളാകുന്ന ജീവിതത്തെ, കൊച്ചു ജീവിതത്തിൻ്റെ ശിഷ്ടകാലം സമർപ്പിക്കുന്നു കർത്താവേ. എങ്ങനെ, എന്ത്, എവിടെ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തണമേ. ബോധ്യപ്പെടുത്തുമ്പോൾ സ്വീകരിക്കാൻ കൃപ തരണേ, സമർപ്പിക്കാൻ കൃപ തരണമേ. വന്ന എല്ലാവരെയും ഇന്ന് പകൽക്കാലം അവിടുന്ന് അനുഗ്രഹിക്കാതെ അയക്കല്ലേ കർത്താവേ. അങ്ങയുടെ ശക്തി നിൻ്റെ കുഞ്ഞുങ്ങളുടെ ഉള്ളത്തിൽ കൊടുക്കണം, ബലപ്പെടുത്തണേ കർത്താവേ. നീതിക്കും സത്യത്തിനും വേണ്ടി നിൽപ്പാൻ എല്ലാവർക്കും കൃപ നൽകി അനുഗ്രഹിക്കണം. മശിഹായുടെ നാമത്തിലുള്ള യാചന ദയവായി കേൾക്കണമേ. ആമേൻ. താങ്ക് യു.